അയ്യമംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാളിൻ. ഒരു സ്ത്രീയുടെ മരണം ഭർത്താവിൻ്റെ സംതൃപ്തിയോടെയാണ് എങ്കിൽ ആ സ്ത്രീ ഭർത്താവിൻ്റെ ജീവിതകാലത്ത് എന്നല്ല, അവൾ ഈ ലോകത്തോട് വിട പറയുന്നത് എപ്പോഴാണോ അപ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ സംതൃപ്തിയും ആ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ സന്തോഷവും മാത്രം കാക്ഷിച്ചുകൊണ്ടാണ് വൈവാഹിക ജീവിതത്തിൽ അവർ കഴിഞ്ഞുകൂടിയത് എങ്കിൽ വസൗജുഹാ അൻഹാ റാളിൻ ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിൽ കടക്കുന്നവളാണ് എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഭാര്യ അവളുടെ ഏറ്റവും വലിയ ജീവിത ദൗത്യമായി ഏറ്റെടുക്കേണ്ട ഒരു സന്ദേശത്തിലേക്കാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരൽ ചൂണ്ടിയിട്ടുള്ളത്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരുപാട് ദൗത്യങ്ങൾ അള്ളാഹുവിൻ്റെ ദീൻ ഏൽപ്പിച്ചു. ഏത് രംഗത്തും കണിശതയോടെയും കൃത്യതയോടെയും കൈകാര്യം ചെയ്യുവാനുള്ള അവകാശവും ബാധ്യതയും അള്ളാഹു പുരുഷനെ ഏൽപ്പിച്ചു. ഉദാഹരണമായി പള്ളി ഉണ്ടാക്കുക, മദ്രസകളെ പരിപാലിക്കുക, നാട്ടിലെ പൊതുകാര്യങ്ങൾ നിർവഹിക്കുക, രോഗികളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ നിർവഹിക്കുക, അതുപോലെ മരണാനന്തര ചടങ്ങുകളുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പൊതുവിൽ പുരുഷന്മാരിൽ നിക്ഷിപ്തമാണ്. എന്നാൽ സ്ത്രീകളുടെ ജീവിത ദൗത്യങ്ങളെ, ഉത്തരവാദിത്തങ്ങളെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സംഗ്രഹിച്ചത് ഒരു നല്ല സ്ത്രീയാവാൻ, ഉത്തമയായ ഒരു കുടുംബിനിയാവാൻ, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു സഹധർമ്മിണിയാവാൻ വലിയ പ്രയാസമൊന്നുമില്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹാ, ഒരു സ്ത്രീ 5 നേരം നിസ്കാരം നിർവഹിച്ചാൽ, വസ്വാമത് ഷഹ്റഹാ, പരിശുദ്ധ റമളാനിൽ അവൾക്ക് നിർബന്ധമായ വ്രതാനുഷ്ഠാനം അവൾ നിർവഹിച്ചു കഴിഞ്ഞാൽ, വഹഫിളത് ഫർജഹാ, നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ അള്ളാഹുവിന് വേണ്ടി അവർ സംരക്ഷിക്കുകയും ചെയ്താൽ, ഇനിയുള്ളതാണ് അതിൻ്റെ പൂർണ്ണത, വഅത്വാഅത് സൗജഹാ, അവളുടെ ഭർത്താവിനെ നല്ല മാർഗത്തിൽ അവൾ അനുസരിക്കുകയും ചെയ്താൽ, ദഖലത് ജന്നത റബ്ബിഹാ, അവൾ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ, അവളുടെ രക്ഷിതാവിൻ്റെ സ്വർഗത്തിൽ അവൾ പ്രവേശിച്ചവളാണ് എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പുരുഷന്മാരായ നമ്മുടെ സൗഭാഗ്യം, നമുക്ക് അള്ളാഹു ജീവിതത്തിൽ ഉത്തമയായ ഒരു ഭാര്യയെ സഹധർമ്മിണിയായി നൽകുക എന്നതാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയോ ഹദീസുകളിൽ ആ കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. 4 കാര്യങ്ങൾ ഒരാൾക്ക് ലഭ്യമായി കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം അല്ലാഹു തആല വിജയിപ്പിച്ചു എന്നതിൻ്റെ അടയാളമാണത്. മിൻ സആദത്തിൽ മർഇ, ഒരു വ്യക്തിയുടെ വിജയത്തിൽപ്പെട്ടതാണ്. 4 കാര്യങ്ങൾ, 4 കാര്യങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവുക. 1, വിശാലമായ ഒരു ഭവനം. 2, സദ്വൃത്തയായ ഒരു ഭാര്യ. 3, നല്ല ഒരു അയൽവാസി. 4, അവന് സംതൃപ്തിയേകുന്ന, അവനിണങ്ങുന്ന ഒരു വാഹനം. ഈ 4 കാര്യങ്ങൾ പൂർണ്ണമാകുമ്പോൾ അള്ളാഹു അവനിൽ വിജയം നിക്ഷിപ്തമാക്കിയിട്ടുണ്ട് എന്നാണ് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദവും ജീവിതത്തിൻ്റെ സന്തോഷവും ആഹ്ലാദവും അതെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് അല്ലാഹു തആല നിശ്ചയിച്ച നമ്മുടെ പ്രിയതമ അവൾ സന്തോഷവതിയായി ഭർത്താവിൻ്റെ സംതൃപ്തി ആഗ്രഹിച്ചുകൊണ്ട്
ഈ ലോകത്ത് ജീവിക്കുമ്പോഴാണ്, അങ്ങനെയുള്ള ഒരു ഇണയെ കിട്ടുമ്പോഴാണ് നമ്മുടെ ജീവിതം വിജയകരമാകുന്നത്. ഒരു സ്ത്രീയുടെ മഹാസൗഭാഗ്യം ഇന്ന് പല രീതിയിലാണ് വിലയിരുത്തപ്പെടുന്നത്. എല്ലാ രംഗത്തും സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നു എന്നുള്ള പരാതി വ്യാപകമാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന പ്രചരണങ്ങൾ വ്യാപകമാണ്. പലപ്പോഴും അതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായ ഒരു കാര്യം, സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഏത് വിഷയങ്ങൾ വന്നാലും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ നേർക്കൊരു ആയുധം ലഭ്യമായി എന്ന ഒരു പ്രതീതിയാണ് പലർക്കുമുള്ളത്. അടുക്കളയിലെ കരിപിടിച്ച കലത്തോടൊപ്പമാണ് ഇസ്ലാം സ്ത്രീയെ നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് പലരും പറയുന്നു. പർദ്ദക്കുള്ളിൽ മൂടിയിട്ട് അവളെ പരിപൂർണമായും ആരും കാണാത്തവളായി, ആർക്കും നോക്കാൻ പാടില്ലാത്തവളായി, എല്ലാവരാലും തഴയപ്പെടുന്നവളായി ഇസ്ലാം അവളെ നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ് പലരും അള്ളാഹുവിൻ്റെ ദീനിനെ പരിഹസിച്ചുകൊണ്ട് പറയുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീയുടെ മഹത്വത്തെ ഉയർത്തിക്കൊണ്ട് അവളെ സംബന്ധിച്ച് പറഞ്ഞത്, അദ്ദുന്യാ കുല്ലുഹാ മതാ വഖൈറു മതാഇഹാ അൽ മർഅത്തു സ്വാലിഹാ. ഐഹിക ലോകം മുഴുവൻ മനുഷ്യന് സുഖം നൽകുന്ന വസ്തുക്കളാണ്. ആ സുഖഭോഗ വസ്തുക്കളിൽ ഏറ്റവും ഉത്തമമായത് അൽ മർഅത്തു സ്വാലിഹാ, നല്ല ഒരു സ്ത്രീയാണ് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാവുക എന്നതാണ് ഒരു പെണ്ണിൻ്റെ ഭാഗ്യം, ഒരു സ്ത്രീയുടെ സൗഭാഗ്യം അതാണ്. അതല്ലാതെ അവൾ ഭരണാധികാരിയാവുക എന്നതല്ല, അവൾ ഉദ്യോഗസ്ഥയാവുക എന്നതല്ല, അവൾ ഏറ്റവും ഉന്നതമായ രീതിയിൽ അറിയപ്പെടുന്ന ഒരു നർത്തകിയാവുക എന്നതല്ല, വലിയ വലിയ സമ്മാനങ്ങൾ നേടി പത്രങ്ങളിൽ ഫോട്ടോകൾ വരുന്ന മകളോ ഭാര്യയോ അതല്ലെങ്കിൽ ആ രീതിയിലുള്ളവരോ ആവുകയല്ല. ഒരു പെണ്ണിൻ്റെ ഭാഗ്യമായി നാം കാണേണ്ടത്, അള്ളാഹുവിൻ്റെ ദീൻ കാണുന്നത് അങ്ങനെയല്ല, അൽ മർഅത്തു സ്വാലിഹാ, ഉത്തമയായ ഒരു സ്ത്രീയായി മാറുക എന്നുള്ളതാണ്. ഇത് വെറുതെ അങ്ങ് മാറുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കരുത്. ഇതിനൊരു വലിയ ദൗത്യം നമ്മൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സ്ത്രീ, നമ്മൾ ആൺകുട്ടികളെ സംബന്ധിച്ചു പറയുന്നത് പോലെ തന്നെ, ഒരിക്കലും അവൾ ഒരു പ്രഭാതത്തിൽ ഏറ്റവും നല്ലവളായി ഏറ്റവും സൽസ്വഭാവിയായി മാറും എന്ന് നമ്മളാരും പ്രതീക്ഷിക്കേണ്ട. അതിന് വലിയ ഒരു ഉത്തരവാദിത്തം ഉമ്മയുടെയും ബാപ്പയുടെയും പക്കലുണ്ട്. വരാനിരിക്കുന്ന തലമുറയിലെ നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ ഏറ്റവും നല്ലവരാക്കി വളർത്തിക്കൊണ്ടുവരിക എന്ന ഒരു ബാധ്യതയിൽ നിന്ന് പലപ്പോഴും നമ്മൾ പിന്നോട്ട് പോവുകയാണ്. എന്നാൽ അതിന് മറ്റൊരു വശമുണ്ട്. ആൺകുട്ടികളുടെ കാര്യത്തിൽ ഒരല്പം ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നവർ പോലും പെൺകുട്ടികളുടെ കാര്യത്തിൽ ആ ശ്രദ്ധ കാണിക്കുന്നത് പലപ്പോഴും കാണാറില്ല. വളരെ ഗൗരവതരമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് ഏതാനും കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്കെത്തിപ്പെടാൻ കഴിയുന്ന ഒരു പ്രദേശത്ത് നിന്ന് തൻ്റെ കൂട്ടുകാരിയെ കാമുകന് വേണ്ടിയിട്ട് കാറിൽ വിളിച്ചു കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു ഈ പരിശുദ്ധ റമദാനിലെ പകലിൽ. അത് ചെയ്തതൊരു മുസ്ലിം പെൺകുട്ടിയാണ്. എന്നോട് ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ വളരെ വേദനയോടുകൂടെ ഒരു സംഭവം പറയുകയുണ്ടായി. അദ്ദേഹം ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ കണ്ടക്ടറാണ്, ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ ക്ലീനറായി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എന്നോട് പറഞ്ഞു, പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു ക്യാമ്പസിൽ നിന്ന് ഈ ഏപ്രിൽ മാസത്തിൽ ഊട്ടിയിലേക്കൊരു ടൂറ് പോയി. ഞങ്ങളിങ്ങനെ നാട് കാണിച്ചുരം കിടക്കുന്ന സമയത്ത് വാഹനം പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ധൈര്യത്തോടെ പറഞ്ഞു, ഞങ്ങൾ മുഴുവൻ പെൺകുട്ടികളാണ് ഇതിലുള്ളത്, അതുകൊണ്ട് അവരുടെ അടുക്കൽ ലഹരിയോ മറ്റൊന്നുമില്ല, വേണമെങ്കിൽ നിങ്ങൾ കയറി പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു. എൻ്റെ വാക്കിലോ മറ്റോ വിശ്വസിച്ചുകൊണ്ടാകണം ആ ചെറുപ്പക്കാരൻ പറയാണ്, അയാൾ പരിശോധിക്കാതെ പോയി. ഒരല്പസമയം കഴിഞ്ഞ് ഞങ്ങൾ നാട് കാണിച്ചുരം കടന്ന് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഊട്ടിയിലെ ഒരു പ്രദേശത്തിൻ്റെ സമീപത്തെത്തിയപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വാഹനം ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നിർത്തി. അത് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കുട്ടി എന്നെ വിളിച്ചു, 2 കുട്ടികൾ എന്നെ വിളിച്ചു.
എന്തിനാണ്? ലഗേജുകൾ വെക്കുന്ന ബസ്സിന്റെ താഴ്ഭാഗത്ത് ഭാരമേറിയ 2 കേസുകൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. മലപ്പുറം ജില്ലയിലെ ഒരു പ്രദേശത്ത് നിന്ന് അവിടെയുള്ള ഒരു ക്യാമ്പസിൽ പഠിക്കുന്ന പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ആ ക്യാമ്പസിൽ നിന്ന് ടൂർ പോയ ആ കുട്ടികൾ, അവർ ഏതോ രീതിയിൽ സംഘടിപ്പിച്ച മദ്യം പരസ്യമായി കഴിക്കുന്നതും അതിനെ തുടർന്ന് അവരുടെ ബഹളങ്ങളും അവരുടെ നൃത്തങ്ങളുമൊക്കെ ആ ചെറുപ്പക്കാരൻ വളരെ വേദനയോടുകൂടെ എന്നോട് വിവരിക്കുകയുണ്ടായി. നമ്മൾ എന്ത് ചെയ്യണം? ഈ രീതിയിൽ നമ്മൾ അവരുടെ വിദ്യാഭ്യാസവും അവരുടെ മറ്റു പഠന മേഖലകളും ജോലികളുമൊക്കെ ഒരു ശ്രദ്ധയുമില്ലാതെ നമ്മൾ മുന്നോട്ട് പോകാൻ അനുവദിച്ചു കഴിഞ്ഞാൽ എന്ന് വിചാരിച്ച് നമ്മളെല്ലാം തടയിടണമെന്നല്ല പറയുന്നത്. ഉമ്മമാരുടെയും ഉപ്പമാരുടെയും നിതാന്ത ജാഗ്രത അവരുടെ ദീനിയായിരിക്കുന്ന കാര്യങ്ങൾക്കുണ്ടായിട്ടില്ല എങ്കിൽ ദുന്യാവിലെ ഏറ്റവും ഉത്തമ സമൂഹമായിട്ട് മാറാൻ നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾക്ക് കഴിയില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ആല ജാരിയതൈൻ, ഒരാൾ 2 പെൺകുട്ടികളെ പോറ്റി വളർത്തിയാൽ ഹത്താ തബ്ലുഗാ, അവർക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ, ജാഅ യൗമൽ ഖിയാമത്തി അനാ വഹുവ കഹാതൈൻ, ഞാനും അവരും നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് വരുന്നത് ഇങ്ങനെയായിരിക്കും, ഈ 2 വിരലുകൾ ഒരുമിച്ചതുപോലെയായിരിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരു ഹദീസിൽ കാണാം, ഒരാൾ 3 പെൺകുട്ടികളെ പോറ്റി വളർത്തി, ഫഅദ്ദബഹുന്ന, അവർക്ക് മര്യാദ പഠിപ്പിച്ചു, അവർക്ക് ലജ്ജാശീലം പകർന്നു കൊടുത്തു, അവരുടെ വസ്ത്രധാരണത്തിലുള്ള മര്യാദകൾ അവരെ ബോധ്യപ്പെടുത്തി, എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്ന കാര്യത്തിൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഉമ്മയും ഉപ്പയും അവർക്ക് നൽകി. ആൺകുട്ടികളെ ഖുർആൻ പഠിപ്പിക്കുന്നത് പോലെയൊക്കെ തന്നെ പെൺകുട്ടികളെ വളരെ ചെറുപ്പം മുതൽ തന്നെ തൊട്ടടുക്കളിരുത്തി പരിശുദ്ധ ഖുർആൻ പരിശീലിപ്പിച്ചു. മനോഹരമായി ഖുർആൻ ഓതാൻ കഴിയുന്നവരായി, മനോഹരമായി അള്ളാഹുവിൻ്റെ കലാം പാരായണം ചെയ്യാൻ സാധ്യമാകുന്നവരായി പെൺകുട്ടികളെ അവർ വളർത്തി. ഒരു മടിയോ അതല്ലെങ്കിൽ ഒരു കുറവോ അദബിൻ്റെ കാര്യത്തിലോ അവർക്ക് നൽകാവുന്ന നേർമാർഗത്തിൻ്റെ കാര്യത്തിലോ ഒരു കാരണവശാലും ഈ മാതാപിതാക്കൾ നൽകിയിട്ടില്ല എങ്കിൽ, ഒരു കുറവും വരുത്തിയിട്ടില്ല എങ്കിൽ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫഅഹ്സന ഇലൈഹിന്ന, അവർക്ക് നൽകാൻ എന്തൊക്കെ അവകാശങ്ങളുണ്ടോ, അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ, അവർക്ക് വേണ്ട ആഹാരങ്ങൾ, അവർക്ക് വേണ്ട വിദ്യാഭ്യാസം എല്ലാം അവർക്ക് നല്ല രീതിയിൽ ഈ ഉമ്മ നൽകിയാൽ, ഈ ബാപ്പ നൽകിയാൽ, അള്ളാഹുവിൻ്റെ ഹബീബ് പറയുകയാണ്, ഞാനും അവനും സ്വർഗത്തിൽ ഒരുമിച്ച് കിടക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഷഹാദത്ത് ചൊല്ലു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. കാരണം അവർ പിൽക്കാലത്തൊരു ഇണയായി കഴിഞ്ഞാൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഈ മാതാപിതാക്കളിൽ നിന്ന് വേർപിരിഞ്ഞ് അവർ ഒരു മറ്റൊരാളുടെ സഹധർമ്മിണിയായി മാറിക്കഴിഞ്ഞാൽ അല്ലാഹു തആല അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം ഒരു വലിയ തലമുറയെ, മക്കളെ, പേരക്കിടാങ്ങളെ ഈ നേരായ മാർഗത്തിലേക്ക് വഴി നടത്താനുള്ള ഒരു ഉത്തരവാദിത്തം ആ പ്രിയതമയുടെ മേളിൽ അല്ലാഹു തആല ഏൽപ്പിച്ചതുകൊണ്ട് അതിനവൾക്ക് കഴിയണമെങ്കിൽ എൻ്റെ ഉമ്മമാരെ, ഉപ്പമാരെ, ഞാൻ ഈ പറയുന്ന നന്മകൾ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് പകർന്നു നൽകിയേ മതിയാവൂ. കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ സയ്യിദുനാ റബീഅത്ത് ഇബ്നുൽ ഫറൂഖ് റളിയല്ലാഹു അൻഹു മദീനയിലെ പ്രസിദ്ധനായ ഇമാമായിരുന്നു, അറിയപ്പെട്ടിരുന്ന മുഹദ്ദിസായിരുന്നു, ഹദീസുകൾ പറഞ്ഞു കൊടുക്കുന്നയാളായിരുന്നു. റബീഅത്ത് ഇബ്നുൽ ഫറൂഖിന് 27 വയസ്സ് പൂർത്തിയായ സമയം അദ്ദേഹം ഒരു ദിവസം ളുഹർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മദീനയിലെ മസ്ജിദുൻ നബവിയിലേക്ക് പോവുകയാണ്.
പോകുന്ന സമയത്ത് വീട്ടിലേക്ക് ഒരു അപരിചിതൻ വന്നു. വന്നയാളോട് റബീഅത്ത് ഇബ്നുൽ ഫറൂഖിനോട് ഈ വന്നയാൾ ചോദിക്കുകയാണ്, ഈ അപരിചിതൻ ചോദിക്കുകയാണ്, ആരാണടാ എൻ്റെ വീട്ടിൽ? റബീഅ ചോദിച്ചു, നിങ്ങളുടെ വീടോ? ഇത് എൻ്റെ വീടാണല്ലോ. നിങ്ങളുടെ വീടോ? ഇത് എൻ്റെ വീടാണല്ലോ. രണ്ടാളുകളും ചെറിയ രീതിയിൽ ശബ്ദമുയർത്തി സംസാരിക്കുമ്പോൾ റബീഅയുടെ ഉമ്മ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സംസാരം കേൾക്കുകയാണ്. പടച്ചവനേ, എനിക്ക് സുപരിചിതമായ ശബ്ദമാണല്ലോ. വീടിൻ്റെ പുറത്തേക്ക് വന്നു. വന്നയാളുടെ മുഖത്തേക്ക് നോക്കി, മോനെ വിളിച്ചു പറഞ്ഞു, മോനെ നിന്റെ സംസാരം നിർത്ത്. എന്താണുമ്മ? നീ സംസാരിക്കുന്ന ആളാരാണെന്നറിയോ? 27 കൊല്ലം മുമ്പ് നിന്നെ ഞാൻ ഗർഭം ചുമന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് യാത്ര പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയാണ്, നിന്റെ പ്രിയപ്പെട്ട ഉപ്പയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മകനെ തടഞ്ഞപ്പോൾ പൊന്നുമകൻ ഉപ്പയോട് സലാം പറഞ്ഞിട്ട് പറഞ്ഞു, ഉപ്പാ, ഞാൻ പള്ളിയിലേക്ക് പോവുകയാണ്. ളുഹറിൻ്റെ ബാങ്ക് വിളിച്ചല്ലോ, നമുക്കത് കഴിഞ്ഞ് വന്ന് നമുക്ക് പരസ്പരം കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞ് ളുഹറിൻ്റെ സമയമായതുകൊണ്ട് വേഗത്തിൽ അദ്ദേഹം പള്ളിയിലേക്ക് നടന്നുപോയി. ഫറൂഖ് എന്ന ഉപ്പയുണ്ടല്ലോ, വീടിൻ്റെ ഉള്ളിലേക്ക് കയറി. തൻ്റെ ഭാര്യ അവിടെ ഇരിക്കുകയാണ്. ഭാര്യ സന്തോഷത്തോടെ സംസാരിക്കുകയാണ്. താൻ പങ്കെടുത്ത ജിഹാദുകളെക്കുറിച്ച്, 27 കൊല്ലം അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. റബീഅയുടെ ഉപ്പ തൻ്റെ ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, 27 കൊല്ലം മുമ്പ് ഞാൻ ജിഹാദിന് വേണ്ടി പുറപ്പെടുമ്പോ ഞാൻ നിന്റെ കയ്യിൽ ഒരു 20,000 ദീനാറുകൾ തന്നിരുന്നല്ലോ. നീ അതെങ്ങനെ ചെലവഴിച്ചു? നീ അതെങ്ങനെ ഉപയോഗിച്ചു? എനിക്കത് പറഞ്ഞു തരണം. നിന്റെ ഉപയോഗങ്ങൾ, അതിൻ്റെ ചെലവഴിക്കലുകൾ എനിക്കറിയാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മുഖിയായിരിക്കുന്ന പ്രിയതമ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ളുഹറിൻ്റെ ബാങ്ക് വിളിച്ചില്ലേ? ജമാഅത്തിന്റെ സമയമായിരിക്കുന്നു. നമ്മുടെ പൊന്നുമോൻ പോയത് കണ്ടില്ലേ? ഇൻഷാ അല്ലാ നിങ്ങൾ ജമാഅത്ത് കഴിഞ്ഞ് തിരിച്ചു വരൂ. അത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഞാനത് വിവരിച്ചു തരാം. അദ്ദേഹം യാത്ര ചെയ്തു, പള്ളിയിലേക്ക് പോയി. നിസ്കാരത്തിന് വളരെ പിറകിലാണ് സ്ഥലം കിട്ടിയത്. നിസ്കാരം കഴിഞ്ഞു, ഇബാദത്തുകളൊക്കെ കഴിഞ്ഞ് പ്രിയപ്പെട്ട റബീഅയുടെ ഉപ്പയുണ്ടല്ലോ, ഫറൂഖ് ഉണ്ടല്ലോ, നിസ്കാരം കഴിഞ്ഞ ഒരാളെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹിയുടെ പള്ളിയിൽ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഹദീസുകൾ പറയുന്നുണ്ട്. എന്തൊരു രസമാണത് കേൾക്കാൻ. ദൂരെയായതുകൊണ്ട് മുഖം വ്യക്തമാകുന്നില്ല. വളരെ സന്തോഷത്തോടെ ആ വാക്കുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുക്കലുള്ള ആളോട് റബീഅയുടെ ഉപ്പ ചോദിച്ചു, അതാരാണ് സംസാരിക്കുന്നത്? അയാൾ ചോദിച്ചു, നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ? എന്തേ ഈ നാട്ടിൽ ആ ചെറുപ്പക്കാരനെ അറിയാത്തവരില്ല? ഹാദാ റബീഅത്ത് ഇബ്നുൽ ഫറൂഖ്, അത് ഫറൂഖിന്റെ മകനായ റബീഅയാണ്. റബീഅയുടെ ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ അറിയാതെ എൻ്റെ പ്രിയതമ എനിക്ക് വേണ്ടി എൻ്റെ മകനെ പോറ്റി വളർത്തിയിരിക്കുന്നുവല്ലോ. ഞാൻ ജോലിക്ക് പോയിട്ടും ഞാൻ ജിഹാദിന് പോയിട്ടും എൻ്റെ സാന്നിധ്യമില്ലാതെ ഖുർആനുകളും ഹദീസുകളും അത് പഠിപ്പിക്കുക മാത്രമല്ല, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പള്ളിയിൽ ജനങ്ങളുടെ മുമ്പിൽ നിന്നത് പറഞ്ഞു കൊടുക്കാൻ മാത്രമുള്ള യോഗ്യതയിലേക്ക് എൻ്റെ പ്രിയതമ എന്നെ എത്തിച്ചിരിക്കുന്നുവല്ലോ, എൻ്റെ മകനെ എത്തിച്ചിരിക്കുന്നുവല്ലോ. സന്തോഷത്തോടെ വീട്ടിലേക്കിറങ്ങി തൻ്റെ ഭാര്യയുടെ അടുക്കൽ പോയി പറഞ്ഞു, പെണ്ണേ, എനിക്ക് നീ ആ 20,000 ദീനാറുകളുടെ കഥ പറഞ്ഞു തരേണ്ട. കാരണം അതിനേക്കാൾ വലിയ ഉത്തമമായ ഒന്നാണല്ലോ അതിന് പകരം എനിക്ക് നീ നൽകിയിരിക്കുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അതുകൊണ്ടാണ് നമ്മുടെ സ്ത്രീകളെ, നമ്മുടെ പെൺകുട്ടികളെ അൽ മർഅത്തു സ്വാലിഹ, ഏറ്റവും ഉത്തമകളായവരാക്കി നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അള്ളാഹുവിൻ്റെ തീരുമാനമാണ് നമ്മുടെ ഇണ ആരാവണമെന്ന് പറയുന്നത്. അതിങ്ങോട്ട് എത്താനുള്ള ചില മാർഗങ്ങൾ, ചില കാരണങ്ങൾ
അല്ലാഹു തആല നമ്മിൽ തരുന്നേ ഉള്ളൂ. പടച്ചവന്റെ തീരുമാനം എല്ലാ കാര്യങ്ങളിലും ഉള്ളതുപോലെ നമ്മുടെ ഭാര്യ ആരാവണം? എൻ്റെ സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താവ് ആരാകണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, മനുഷ്യരായ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്കുള്ള ഇണകളെ അവൻ സംവിധാനിച്ചു എന്നത്. പുരുഷന്മാരെ, നിങ്ങൾക്കുള്ള ഭാര്യമാരെ, സഹോദരിമാരെ, നിങ്ങൾക്കുള്ള ഭർത്താവിനെ അത് അല്ലാഹു ഒരുക്കി എന്നത് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നൽകുന്ന ഒന്നാണ്. ആ ഒരു കൂടിച്ചേരൽ അങ്ങ് സംഭവിച്ചു കഴിഞ്ഞാൽ, ആ ഏകതയങ്ങ് സംഭവിച്ചു കഴിഞ്ഞാൽ, ആ കല്യാണം അങ്ങ് സംഭവിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ അത്ഭുതകരമായ മാറ്റമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും കരുതുന്നത് സൗന്ദര്യമാണ് ജീവിതത്തിൻ്റെ സമാധാനത്തിൻ്റെ അടിസ്ഥാനം. അല്ലല്ലോ. അല്ലെങ്കിൽ സമ്പന്നതയാണ് അടിസ്ഥാനം. അല്ലല്ലോ. കാരണം നിങ്ങൾ കണ്ടിട്ടില്ലേ, നമുക്കിടയിലുണ്ടാകും 80 വയസ്സായ പുരുഷൻ, ആ സഹോദരൻ്റെ ഭാര്യക്കുണ്ടാകും 75 വയസ്സ്, 5 വയസ്സ് അതല്ലെങ്കിൽ 10 വയസ്സ്. രണ്ടുപേരും വാർദ്ധക്യത്തിലായിരിക്കും. പക്ഷേ ആ വാർദ്ധക്യത്തിൽ അവർ കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ അതാണ് ജീവിതത്തിൻ്റെ സന്തോഷമായിട്ട് കാണുക. അല്ലാഹു തആല ആ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി തരുമാറാകട്ടെ. അത് ഈ പറഞ്ഞ സ്നേഹവും ദീനും ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴേ അത് സാധ്യമാവുകയുള്ളൂ. ഞാൻ പലപ്പോഴും തമാശയിൽ ആലോചിക്കാറുണ്ട്, പത്രത്തിലുണ്ടാവും 2 ഫോട്ടോ, ഒരിടത്തുണ്ടാകും ഇന്ന് വിവാഹിതരാകുന്നു. ഹായ്, അതിങ്ങനെ കാണുമ്പോൾ തന്നെ എന്താണ് അവരുടെ ഒരു ഉഷാർ. ചെറുപ്പക്കാരനുണ്ടാവും, ഓ ഞാൻ എന്നോ വിവാഹിതനാവേണ്ടതായിരുന്നു എന്നുള്ളൊരു ഇരിക്കലായിരിക്കും അവൻ്റെ ഫോട്ടോയിൽ ഉണ്ടാവുക. പെൺകുട്ടിയുടെ ഫോട്ടോ ഉണ്ടാവും വളരെ സന്തോഷത്തിൽ. അതിൻ്റെ അപ്പുറത്തുണ്ടാകും വിവാഹത്തിൻ്റെ 25ാം വാർഷികം ആഘോഷിക്കുന്നു, മക്കൾ കൊടുത്ത ആശംസയായിരിക്കും. അതിലിരിക്കുന്ന ആ 2 ആളുകളുടെ മുഖം കണ്ടാൽ എന്തോ ഒരു വലിയ അപകടത്തിൽ അവർ പെട്ടതുപോലെ പലപ്പോഴും തോന്നാറുണ്ട്. നമുക്കിടയിൽ അത് ഇല്ലാതിരിക്കാനാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ കൽപ്പനകൾ നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇതൊരു വലിയ അള്ളാഹു തമ്പുരാന്റെ നിശ്ചയമാണ്. ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾ നിങ്ങളുടെ ഇണകളിലേക്ക് സമാധാനപൂർവം ഒത്തുചേരുന്നതിന് വേണ്ടിയാണ്. അല്ലാഹു തആല അതിന് മാനസികമായി ചില അള്ളാഹുവിൻ്റെ അവൻ്റെ കാരുണ്യവും ഇട്ട് തന്നിരിക്കുന്നു. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ അല്ലാഹു തആല നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും അല്ലാഹു ഇട്ട് തന്നിരിക്കുന്നു. അത് പടച്ചോനങ്ങ് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ നിന്ന് മറ്റെല്ലാ മാനദണ്ഡങ്ങളും മാറിപ്പോകും. ആ ഒരു കെട്ടുറപ്പിലായിരിക്കണം വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. എന്തെങ്കിലും കുറവുകളോ എന്തെങ്കിലും അസ്വാരസ്യങ്ങളോ ഉണ്ട് എങ്കിൽ അത് തൂത്ത് വൃത്തിയാക്കുവാനുള്ള ഒരു തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത്. പ്രായം തടസ്സമാവില്ല. ഖദീജ റളിയല്ലാഹു അൻഹക്ക് 45 വയസ്സായിരുന്നല്ലോ. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സായിരുന്നു. നോക്കണം നിങ്ങൾ, അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സ്നേഹത്തെ പോലെ ഈ ലോകത്ത് മറ്റൊരു സ്നേഹം നമ്മൾ കണ്ടിട്ടുണ്ടോ? ഖദീജ ബീവിയുടെ ചരിത്രം പഠിക്കാത്തവർ, പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ നൈർമല്യമായ ഭാവങ്ങളെ കുറിച്ചറിയാത്തവർ, തങ്ങളുണ്ടാക്കിയ സിനിമകളുടെ പശ്ചാത്തലത്തിൽ ഈ ഒരു ഗാനം കൊണ്ടുവന്നതുപോലും അവർക്കറിയാം. ഖദീജ റളിയല്ലാഹു അൻഹയുടെ സ്നേഹത്തെക്കുറിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതവർക്കറിയാം. ഖദീജ എന്ന പ്രായമേറിയ മഹിളയായ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ഉണ്ടല്ലോ, അള്ളാഹുവിൻ്റെ റസൂലിനോട് കാണിച്ച ആ സ്നേഹവും ആദരവും
ആ സ്നേഹത്തിൻ്റെ നിറക്കൂട്ടുകൾ ചാലിച്ച അവരുടെ ജീവിതം. അതായിരിക്കണം ഒരുപക്ഷേ ഈ ഗാനം അത്തരം സിനിമകളുടെ മധ്യത്തിൽ കൊണ്ടുവരാൻ അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. ഞാനതിനെ അനുകൂലിക്കുകയല്ല ചെയ്യുന്നത്, എന്നാലും അതിനങ്ങനെ ഒരു ഭാഗമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സ്നേഹത്തിന് പ്രായം തടസ്സമായില്ല, രോഗം തടസ്സമായില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കണം എന്ന ചിന്ത ഖദീജ ബീവിയുടെ സ്നേഹത്തിന് തടസ്സമായില്ല. സഹോദരിമാരെ, നിങ്ങൾ ആലോചിക്കണം, ഉത്തമയായ ഒരു ഭാര്യ എങ്ങനെയാകണമെന്ന് നമുക്ക് തീരുമാനിക്കണമെങ്കിൽ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ ഒന്ന് പരിശോധിച്ചാൽ മതി. ഖദീജ ബീവിയുടെ അടുക്കൽ നിന്ന് മാസങ്ങളോളം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിൽ പോയി വിട്ടിരിക്കുന്നുണ്ട്. ഖദീജ ബീവി പറഞ്ഞില്ല, നിങ്ങൾ പോകരുത്, എനിക്ക് പ്രയാസമാണ് എന്ന് പറഞ്ഞില്ല. ഖദീജ ബീവി ഓരോ ദിവസവും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനുള്ള ഭക്ഷണം പൊതിഞ്ഞ് ഹിറാ ഗുഹയിലേക്ക് പോയതായി ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ചെങ്കുത്തായ നിൽക്കുന്ന ആ മലയുടെ മുകളിലേക്ക് 50 വയസ്സ് കഴിഞ്ഞ വയോവൃദ്ധയെപ്പോലെയുള്ള ഖദീജ ബീബി റളിയല്ലാഹു അൻഹ പോകുന്നത്, അള്ളാഹുവിൻ്റെ ഹബീബ് സ്നേഹത്തോടെ ഖദീജ ബീബിയോട് സംസാരിക്കുന്നത്, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ അല്ലാഹു തആല സ്നേഹവും കാരുണ്യവും നിക്ഷിപ്തമാക്കിയിരിക്കുന്നു എന്ന വചനമാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വളരെ ഭയന്നുകൊണ്ട് പേടിച്ചവശനായി അള്ളാഹുവിൻ്റെ റസൂല് കടന്നു വരുന്ന ഒരു രംഗമുണ്ട്. റമളാൻ മാസമാണല്ലോ. 27-ാം രാവിൽ ഹിറാ ഗുഹയിൽ ഏകനായിരിക്കുന്ന പ്രവാചകന്റെ അടുക്കലേക്ക് അതുവരെ കണ്ടിട്ടില്ലാത്ത മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഇഖ്റ എന്ന് പറഞ്ഞപ്പോൾ പേടിച്ചവശനായി ആ മലയുടെ മുകളിൽ നിന്ന് താഴെ കോടി വന്ന് തൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് റസൂലുള്ളാഹി തൻ്റെ പ്രിയപ്പെട്ട ഖദീജ ബീവിയോട് പറയുന്നത്, സമ്മിലൂനി, എനിക്ക് പനി ബാധിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന രീതിയിലുള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. ഖദീജ ബീവി ഒരിക്കലും മുഹമ്മദുർ റസൂലിനെ ആക്ഷേപിച്ചില്ല, അവിടുത്തെ അഭിമാനത്തെ ചോദ്യം ചെയ്തില്ല. സ്നേഹത്തോടെ അവിടുന്ന് പുതപ്പ് കൊണ്ട് മൂടി. പ്രഭാതമാകാൻ ഒരല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ. പ്രഭാതമാകുന്നത് വരെ ഉറങ്ങാതെ ഹബീബ് ഉറങ്ങുന്നതും നോക്കി തൻ്റെ കട്ടിലിൽ ഇരുന്നിട്ട് നബി തിരുമേനിയുടെ ഉറക്കിൽ ഖദീജ ബീവി തൻ്റെ എല്ലാ താല്പര്യവും തൻ്റെ എല്ലാ ആഗ്രഹവും അറിയാൻ വേണ്ടിയിട്ട്, തൻ്റെ സ്വപ്നങ്ങൾ പൂവണിയുമോ എന്നറിയാൻ വേണ്ടി തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. വറഖത്ത് ഇബ്നു നൗഫലിൻ്റെ അടുക്കലേക്ക് അദ്ദേഹത്തോട് ചെന്ന് ചോദിച്ചു, കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. ഖദീജ ബീവിയോട് വറഖത്ത് ഇബ്നു നൗഫൽ വരാനിരിക്കുന്ന പ്രവാചകനെ കുറിച്ച് അറിയിച്ചു കൊടുത്തു. നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുക്കലേക്ക് വന്നത് ഇന്നയാളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് മാലാഖയെ കുറിച്ച് എല്ലാം പറഞ്ഞ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ ബോധ്യപ്പെടുത്തിയപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വീട്ടിലേക്ക് വരുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കട്ടിലിൽ എഴുന്നേറ്റിരിക്കുന്നു. ഖദീജ ബീവി വന്നു, തൻ്റെ അടുക്കലേക്ക് സ്വീകരിച്ചിരുത്തി. എന്നിട്ട് ഖദീജയുടെ കൈ പിടിച്ചു. ഖദീജയോട് പറഞ്ഞു, ഖദീജ, നിന്നോടൊരു പ്രത്യേക കാര്യം എനിക്ക് പറയുവാനുണ്ട്. അതെന്താണ്? എൻ്റെ അടുക്കലേക്ക് വന്നത് അള്ളാഹുവിൻ്റെ മലക്കായ ജിബ്രീലാണ്. എൻ്റെ അടുക്കലേക്ക് വീണ്ടും വന്നിരുന്നു ഖദീജ. എന്നോട് ചോദിച്ചു, പുതപ്പിട്ട് മൂടുന്നവനെ എഴുന്നേൽക്കൂ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഖദീജ ആ കണ്ണുകളിലേക്ക് നോക്കി അള്ളാഹുവിൻ്റെ ഹബീബ് പറയുകയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളുമില്ല, നീ എന്നെ വിശ്വസിക്കണമെന്ന് ഖദീജയുടെ കൈകൾ പിടിച്ച് പറയുമ്പോൾ അതിൽ ഒരു സംശയവും പ്രകടിപ്പിക്കുന്നില്ല. തൻ്റെ ഭർത്താവ്
ഇത്രയും കാലം ജീവിച്ച ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും വളരെ കൃത്യമായി അറിയാവുന്ന മഹദിയായ ഖദീജ ബീവി ലോകത്തുള്ള കോടാനകോടി വിശ്വാസികളിലെ ആദ്യത്തെ ആളായി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. ഖദീജ ബീവിയാണ് ലോകത്തെ ആദ്യത്തെ വിശ്വാസിയായി മാറിയത്. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട്, ഹബീബായ നബിയോട് അള്ളാഹു ഹൃദയത്തിൽ നൽകിയിരിക്കുന്ന സ്നേഹവും കാരുണ്യവും കാരണത്താൽ മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹക്ക് അള്ളാഹു ഉന്നതമായ സ്ഥാനം നൽകി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ എന്ന ആവേശത്തോടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രസിദ്ധനായ മഹാനാണ് ശുറൈഹുൽ ഖാദി എന്ന മഹാനായ മനുഷ്യൻ. അദ്ദേഹം കല്യാണം കഴിച്ചത് ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന മഹാനായ ഒരു പണ്ഡിതന്റെയും സ്വാത്വികയായ അവിടുത്തെ ഭാര്യയുടെയും മകളായ സൈനബ് റളിയല്ലാഹു അൻഹയായിരുന്നു. സൈനബ് റളിയല്ലാഹു അൻഹ മണിയറയിലേക്ക് അവർ കടന്നു ചെന്നപ്പോൾ അവർ രണ്ടുപേരും എടുത്ത തീരുമാനം നമുക്ക് രണ്ടാളുകൾക്കും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാലോ എന്നതായിരുന്നു. അത് കഴിഞ്ഞവർ നടത്തുന്ന പരസ്പരമുള്ള സംഭാഷണം ശുറൈഹുൽ ഖാദിയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. രണ്ടാളുകളും സ്നേഹത്തോടെ സംസാരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ വിധിയെക്കുറിച്ച് അവർ അത്ഭുതപ്പെടുകയാണ്. തൻ്റെ ഇഷ്ടങ്ങളും തൻ്റെ അനിഷ്ടങ്ങളും, തൻ്റെ മാതാപിതാക്കളുടെ മഹത്വങ്ങളും, തൻ്റെ മാതാപിതാക്കളോട് പെരുമാറേണ്ട കാര്യങ്ങളും എല്ലാം അന്വേഷിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാനുള്ള പ്രാർത്ഥന പരസ്പരം നിർവഹിച്ചുകൊണ്ട് അവർ പരസ്പരം സംസാരിച്ച് ഖബറിനെ കുറിച്ച് അവരോർത്ത്, മഹ്ശറിനെ കുറിച്ച് അവരോർത്ത് തങ്ങളുടെ ആദ്യ രാത്രിയിൽ അവർ കഴിഞ്ഞുകൂടുകയും തന്നെയുമല്ല, അവർ രണ്ടുപേരും പരസ്പരം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എന്താണ് തൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ, തൻ്റെ ഭർത്താവിൻ്റെ അനിഷ്ടങ്ങൾ എന്താണ്, ആ രാത്രി കൊണ്ട് ഇത് മുഴുവൻ മനസ്സിലാക്കുകയും പിൽക്കാലത്ത് അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മനസ്സുകൊണ്ട് പോലും ഒരു വെറുപ്പുമില്ലാതെ അവർ മുന്നോട്ട് പോവുകയും ചെയ്തു എന്നവരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവായ മുബാറക് എന്ന മഹാനായ മനുഷ്യൻ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെ എല്ലാ രീതിയിലും ഉത്തമരായാൽ മാത്രമേ നല്ല ഭാര്യയിൽ നിന്നും നല്ല ഭർത്താവിൽ നിന്നും നല്ല മക്കളുണ്ടാവൂ എന്നുള്ളതാണ് അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ദീനിൻ്റെ അടിസ്ഥാനങ്ങൾ നമ്മൾ നിലനിർത്തുക എന്നത് തന്നെയാണ്. അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവായ മുബാറക് വലിയ ഒരു അടിമയായിരുന്ന മുബാറക് എന്ന മനുഷ്യൻ ഒരു വലിയ മുന്തിരിത്തോട്ടത്തിൻ്റെ മേൽനോട്ടക്കാരനായിരുന്നു. യജമാനന് വലിയ മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ മുന്തിരിത്തോട്ടത്തിൽ വന്ന് വൈകുന്നേരം വരെ അത് നനയ്ക്കുകയും മുന്തിരി വിൽക്കേണ്ട സമയത്ത് അത് പറിക്കുകയും ഒക്കെ ചെയ്യുക എന്നതായിരുന്നു മുബാറക്കിൻ്റെ ദൗത്യം. അങ്ങനെ ഒരു ദിവസം യജമാനൻ്റെ കുറച്ച് കൂട്ടുകാർ ഈ തോട്ടത്തിലേക്ക് വന്നു. അങ്ങനെ മുബാറക്കിനെ വിളിച്ചിട്ട് അവർ പറഞ്ഞു, ഈ യജമാനൻ പറഞ്ഞു, നല്ല മധുരമുള്ള കുറച്ച് മുന്തിരി കൊണ്ടുവരൂ. മുബാറക്കാകെ പേടിച്ചുപോയി. ഏതായാലും അവിടെ നിന്ന് കുറച്ച് പഴുത്തതെന്ന് തോന്നിയ കുറച്ച് മുന്തിരികൾ കൊണ്ടുവന്നു. യജമാനൻ അത് വായിലിട്ട് നോക്കിയപ്പോൾ നല്ല പുളിയാണ്, പലതും പഴുത്തിട്ടില്ല, ഒന്നും ഒരു റാഹത്തായി തോന്നിയില്ല, സന്തോഷമായി തോന്നിയില്ല. ആ സമയത്ത് യജമാനൻ വല്ലാതെ ദേഷ്യപ്പെട്ടു. ഇത്രയും കാലം നീ ഈ തോട്ടം നോക്കിയിട്ട് നിനക്ക് മധുരമുള്ളതേതാണ് പുളിയുള്ളതേതാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടു. അപ്പോൾ മുബാറക്ക് പറഞ്ഞു, താങ്കൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് മുന്തിരി കഴിക്കാനല്ലല്ലോ, നിങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇതിൻ്റെ മേൽനോട്ടം നിർവഹിക്കുവാനല്ലേ. ഞാനത് വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഇന്ന് വരെ
ഒരിക്കൽ പോലും ഞാനിതിൽ നിന്ന് ഒരു മുന്തിരി പോലും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. യജമാനൻ വല്ലാതെ അത്ഭുതപ്പെട്ടു. തുടർന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അന്വേഷണം ഈ അടിമയെക്കുറിച്ചായിരുന്നു. ഇയാളുടെ സ്വഭാവം എങ്ങനെയാണ്, സത്യസന്ധനാണോ, പെരുമാറ്റം എങ്ങനെയാണ്? ആളുകൾ മുബാറക് എന്ന അടിമയെക്കുറിച്ച് യാതൊരു അഭിപ്രായക്കേടും പറഞ്ഞില്ല. അവസാനം ഈ പണ്ഡിതനായ നല്ലവനായ ഈ യജമാനൻ തൻ്റെ മകനെ, തൻ്റെ മകളെ മുബാറക് എന്ന ഈ അടിമക്ക് കല്യാണം കഴിച്ചു കൊടുത്തപ്പോൾ ആ ദമ്പതികളിൽ നിന്ന് വല്ലാത്ത ഒരു സന്താനമുണ്ടായി, ഉന്നതനായ ഒരു മകനുണ്ടായി. കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ മുബാറക് അതിന് ഒരുപാട് വിസമ്മതം പ്രകടിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് എനിക്ക് നിങ്ങൾ കല്യാണം കഴിച്ചു തരേണ്ടത്? അപ്പോൾ ഈ പ്രിയപ്പെട്ട ഉപ്പ പറയുകയാണ്, ഇന്നൽ യഹൂദ യുസവ്വിജൂന അലൽ മാൽ. നമുക്കിടയിലുള്ള ജൂതന്മാർ അവരുടെ ധനം അടിസ്ഥാനമാക്കിയാണല്ലോ കല്യാണം കഴിച്ചു കൊടുക്കാറുള്ളത്. മറ്റു ചില ആളുകൾ സൗന്ദര്യം അടിസ്ഥാനമാക്കിയുള്ളവരാണല്ലോ. എന്നാൽ വൽ മുഅ്മിനൂന യുസവ്വിജൂന അലത് തഖ്വാ. വിശ്വാസികൾ തങ്ങളുടെ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാറുള്ളത് തഖ്വയെ അധിഷ്ഠിതമാക്കിയാണ്. അതുകൊണ്ട് മുബാറക്കെ, നിന്നിൽ ഞാനത് കാണുന്നു, എൻ്റെ മകളെ നീ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് തൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഒരുപാട് ചരിത്രങ്ങൾ സാധാരണ കേൾക്കാറുള്ള മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് എന്ന മഹാനായ മനുഷ്യനുണ്ടായത്. അദ്ദേഹം ഒരു സൂഫി ആയിരുന്നു, വലിയ മഹാനായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതകാലം മുഴുവൻ അല്ലാഹു തമ്പുരാൻ നമുക്ക് സമ്മാനിക്കുന്ന ഈ സഹധർമ്മിണിയുണ്ടല്ലോ, അത് നമുക്ക് ലഭ്യമായാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മൻ റസഖഹുല്ലാഹു ഇംറഅതൻ സ്വാലിഹാ. ഒരാൾക്ക് അല്ലാഹു തആല നല്ല ഒരു പെണ്ണിനെ ഭാര്യയായി നൽകിയാൽ ഫഖദ് അആനഹുല്ലാഹു അലാ ശത്രി ദീനിഹി. അവന്റെ ദീനിന്റെ പകുതിയെ അല്ലാഹു സഹായിച്ചിരിക്കുന്നു. അവന്റെ ജീവിതത്തിൽ ഇനി ദീനുണ്ടാകും. അവന്റെ ജീവിതത്തിന്റെ ഓരോ മാർഗങ്ങളിലും ദീനിയായിരിക്കുന്ന കാര്യങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാനുള്ള ആളായി. ഇനി അവന്റെ ഭാഗത്ത് നിന്നുള്ള ആ നന്മകൾ കൂടെ പൂർണ്ണമായാൽ മതി, എന്നാൽ അവന്റെ ദീൻ സമ്പൂർണമാകും. ഫല്യത്തഖില്ലാഹ ഫിസ്സുലുസിൽ ബാഖി ഫിശ്ശത്രിൽ ബാഖി. ബാക്കിയുള്ള ആ ഭാഗത്തിൽ അവൻ അല്ലാഹുവിനെ സൂക്ഷിക്കട്ടെ എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ ഒന്ന് ആവേശത്തോടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഭർത്താവിനെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു ഇണയെക്കുറിച്ചാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത്. അതല്ലാതെ ഭർത്താവിൻ്റെ ഉള്ള ദീനും കൂടെ കളയുന്ന ഭാര്യയെക്കുറിച്ചല്ല. ശ്രദ്ധിക്കണം. ഹിന്ദു ബിന്ദു ഉതുബ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മറക്കാൻ കഴിയില്ലല്ലോ നമുക്ക്. ഉഹദിന്റെ പോർക്കളത്തിൽ ഹബീബായ റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട കൊച്ചാപ്പയായിരുന്ന, മൂത്താപ്പയായിരുന്ന ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കരൾ കീറിപ്പറിച്ചത് ചവച്ചു തുപ്പിയ ഹിന്ദ് എന്ന പെണ്ണ് പക്ഷേ മുസ്ലിമായി ഏറ്റവും ഉത്തമയായി മാറി. അള്ളാഹുവിൻ്റെ റസൂലിന് സഹായം നൽകുന്ന ആളായി മാറി. സ്വഹാബി വനിതമാർക്കിടയിൽ എല്ലാ രംഗത്തും മുന്നിൽ നിൽക്കുന്ന ഒരു വോളണ്ടിയറെ പോലെ പ്രവർത്തിക്കുന്ന ഒരു മഹിതയായ മഹിളയായി മാറി. മഹദിയായ ഹിന്ദു ബിന്ദു ഉതുബ എന്ന മഹദി. ഹബീബായ റസൂലിൻ്റെ കാലശേഷം യർമൂക്ക് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു പോരാട്ടം സംഭവിച്ചു. ഖുറൈശി മുസ്ലിങ്ങൾ എണ്ണത്തിൽ കുറവാണ്, ശത്രുക്കളുടെ എണ്ണമാണെങ്കിലോ ലക്ഷക്കണക്കിനാണ്. അംഗബലമില്ല, ആയുധബലമില്ല, പക്ഷേ വിശ്വാസ ബലം കൊണ്ടാണ് മുസ്ലിങ്ങൾ ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. പക്ഷേ പോരാട്ടത്തിൽ പലപ്പോഴും പരാജയം സംഭവിച്ചു. ആ ഭീതിയിൽ മുസ്ലിങ്ങളായ കുതിരപ്പടയാളികൾ
യുദ്ധമുഖത്ത് നിന്ന് ഓടിപ്പോവുകയാണ്. യുദ്ധത്തിനിടയിൽ നിന്നവർ പിറകോട്ട് മാറി ഓടിപ്പോകുമ്പോൾ ഹിന്ദ് കാണുന്നു, ഓടിപ്പോകുന്നവരുടെ കൂട്ടത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവായ അബൂ സുഫിയാനുമുണ്ട്. ഹിന്ദ് ഓടുകയാണ്, ഒരു കുതിരയുടെ മുകളിൽ കയറി അബൂ സുഫിയാന്റെ പിന്നാലെ പോയി. അബൂ സുഫിയാന്റെ മുന്നിൽ നിർത്തിയിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന വലിയ ഒരു വടി കൊണ്ട് അബൂ സുഫിയാന്റെ കുതിരയുടെ മുമ്പിൽ ഒരൊറ്റ അടി അങ്ങ് വെച്ചു കൊടുക്കുകയാണ്. കുതിര അവിടെ നിന്നു. അബൂ സുഫിയാൻ തൻ്റെ ഭാര്യയെ കണ്ടു. ഭാര്യ ഉറക്കെ വിളിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? സ്വർഗത്തിൽ നിന്നാണോ നിങ്ങൾ ഓടിപ്പോകുന്നത്? രക്തസാക്ഷിത്വത്തിൽ നിന്നാണോ നിങ്ങൾ ഓടിപ്പോകുന്നത്? നിങ്ങൾ തിരിച്ചു വരൂ, നിങ്ങളുടെ ധീരത ഞങ്ങളൊന്ന് കാണട്ടെ. അബൂ സുഫിയാനെ ഓടിച്ചു. അത് കണ്ടപ്പോൾ മുസ്ലിങ്ങളോടി. കുതിരപ്പടയാളികൾ തിരിച്ച് ശത്രുക്കൾക്കെതിരായി ചെന്നു. ഈ കാഴ്ച ഇങ്ങനെ കണ്ട മഹാനായ സുബൈർ ഇബ്നുൽ അവ്വാം, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആ മഹാനായ സ്വഹാബി പറയുകയാണ്, ഈ കാഴ്ച കണ്ടപ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. കാരണം ഞങ്ങൾ ഓർത്തുപോയത് ഉഹദിന്റെ താഴ്വാരത്തില് ഞങ്ങളെല്ലാം പരാജയപ്പെട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട 70ഓളം വരുന്ന ആളുകൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട് അവരുടെ കുടൽമാല പുറത്തു ചാടപ്പെട്ട് അള്ളാന്റെ ഹബീബിനോടുകൂടെ നിരാശരായി, ഒന്നും മിണ്ടാൻ കഴിയാതെ ക്ഷീണിച്ചവശരായി ഉഹദിന്റെ താഴ്വാരത്തിൽ തലയും താഴ്ത്തി ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് ആ സമയത്ത് ഞങ്ങൾ ഓർത്തുപോയി എന്ന് മഹാനായ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നമ്മളുടെ പ്രിയപ്പെട്ട ഇണകളെ നന്മയുടെ മാർഗത്തിലേക്ക് എത്തിക്കുക എന്ന വലിയ ഒരു ഉത്തരവാദിത്വം ഞാനും നിങ്ങളും നിങ്ങൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അവരെ എല്ലാ ദുഷിച്ച മാർഗങ്ങളിൽ നിന്നും അകറ്റി നിർത്താൻ, അവരെ നിസ്കാരത്തിൻ്റെ കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കാൻ, അവരെ സൽക്കർമ്മങ്ങളുടെ കാര്യത്തിലേക്ക് വഴി നടത്താൻ നമ്മൾ എത്ര ആളുകൾ തയ്യാറാകാറുണ്ട് എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത്. സഹോദരിമാര്, യുവതികളുണ്ടാവും, കല്യാണം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞവരുണ്ടാകും, ചെറുപ്പക്കാർക്ക് ചില ചാപല്യങ്ങൾ ഉണ്ടാകും. ആ ചാപല്യങ്ങൾ കാരണത്താൽ പ്രഭാത നിസ്കാരത്തിന് സുബ്ഹ് നിസ്കരിക്കാതെ ഉറങ്ങുന്നവരുണ്ടാകും. ചെറുപ്പക്കാർക്കിടയിൽ മാത്രമല്ല, അത് വലിയ ആളുകൾക്കിടയിലും ഉണ്ടാകും. അതിനെ നിർവഹിക്കാൻ, അവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടവരാണ് നിങ്ങൾ. അവരെ സുബ്ഹിക്ക് എഴുന്നേൽപ്പിച്ച് പള്ളിയിലേക്ക് പറഞ്ഞേക്കേണ്ടവരാണ് നിങ്ങൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടവർ മാത്രമല്ല, നിങ്ങൾ അവർക്ക് അവരുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കേണ്ടവർ മാത്രമല്ല, നിങ്ങൾ അവരുടെ വീടുകൾ അടിച്ചു വാരേണ്ടവർ മാത്രമല്ല, നിങ്ങൾ അവർക്ക് സ്നേഹം എന്ന് പറയുന്നതിൻ്റെ ചില മാനദണ്ഡങ്ങളായി ഞാൻ ഈ പറയുന്ന ചില കാര്യങ്ങൾ ഒരു നിർബന്ധം പോലെ ചെയ്യേണ്ടവർ മാത്രമല്ല. നിങ്ങൾ അവരെ നിസ്കരിപ്പിക്കണം, നിങ്ങൾ അവരെ സക്കാത്ത് കൊടുക്കാൻ പ്രേരിപ്പിക്കണം, നിങ്ങൾ അവരെ സ്വതക്ക ചെയ്യാൻ പ്രേരിപ്പിക്കണം. അതിനേക്കാളൊക്കെ ഉപരിയായി നിങ്ങൾ അവരെ കൊണ്ടുപോകണം മക്കത്തേക്ക്. എനിക്കറിയാം, എത്രയോ പ്രിയപ്പെട്ട സഹോദരിമാരെ എനിക്കറിയാം. എൻ്റെ നാടിൻ്റെ അടുക്കലുള്ള വൃദ്ധയായ ഒരു സ്ത്രീ എൻ്റെ വല്യമ്മയുടെ അടുക്കൽ വന്ന് എപ്പോഴും ഇങ്ങനെ ഹജ്ജിന് പോകാനുള്ള അവസരം പറയാറുണ്ട്. എനിക്കൊന്ന് ഹജ്ജിന് പോകാനുള്ള അവസരമില്ലല്ലോ, എനിക്കൊന്ന് ഹജ്ജിന് പോകാനുള്ള അവസരമില്ലല്ലോ. മരിച്ചുപോയ എൻ്റെ വല്യമ്മയോട് ഈ സ്ത്രീ ഇടക്കിടക്ക് വന്നിട്ട് അവസാനം ഈ സ്ത്രീയുടെ വീട്ടിൽ നിന്ന് അവരുടെ ഉപ്പയുടെ അനന്തരാവകാശം കിട്ടിയപ്പോൾ എൻ്റെ വല്യമ്മ ആ സ്ത്രീയോട് പറഞ്ഞു, എത്രേ, നിങ്ങൾ നിങ്ങളുടെ ആ സ്ഥലം അങ്ങ് വിൽക്കൂ, എന്നാൽ നിങ്ങൾക്ക് മാത്രമല്ലല്ലോ നിങ്ങളുടെ ഭർത്താവിനും കൂടെ ഒരുമിച്ച് ഹജ്ജിന് പോകാമല്ലോ. എന്നിട്ട് സമ്പത്തില്ലാത്ത തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഈ സ്ത്രീ തൻ്റെ സ്വത്ത് മുഴുവൻ വിറ്റിട്ട് ഹജ്ജിന് കൊണ്ടുപോയ കഥ എൻ്റെ വീട്ടിൽ എൻ്റെ വല്യമ്മ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. എന്നതുപോലെ അതിനുള്ള മാർഗം എന്താണോ, അതിനുള്ള മാനദണ്ഡം എന്താണോ, അതിന് നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ പ്രേരിപ്പിക്കുക എന്ന ഒരു ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടവരാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ. നമ്മുടെ ഭർത്താവ് പലിശ വാങ്ങുന്നവനാവരുത്, നമ്മുടെ ഭർത്താവ് പലിശ കൊടുക്കുന്നവനാവരുത്, നമ്മുടെ ഭർത്താവ് ജനങ്ങളോട് മോശമായി പെരുമാറുന്നവനാകരുത്, നമ്മുടെ ഭർത്താവ് അയൽവാസിയോട് സംസ്കാരമില്ലാതെ ഇടപെടുന്നവനാവരുത്. നമ്മുടെ ഭർത്താവ് ഹബീബായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ഒരു വിശേഷണങ്ങളുള്ള സൽഗുണ സമ്പന്നയായി മാറാൻ നിങ്ങൾക്ക് സാധ്യമാകണം. ഹബീബായ മുഹമ്മദ് മുസ്തഫ, സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്,
മൻ തസവ്വജ ഇംറഅതൻ ലിഇസ്സിഹാ, ഒരാളൊരു പെണ്ണിനെ കല്യാണം കഴിച്ചത് പ്രതാപത്തിന് വേണ്ടിയാണ് എങ്കിൽ ഇവനതിൽ യാതൊരു ഉത്തരവാദിത്വമല്ല. എന്നാൽ അവരാഗ്രഹിക്കുന്നത്, എത്ര ആളുകളുണ്ട് എന്നറിയോ, ചില കല്യാണ അന്വേഷണങ്ങളൊക്കെ നമ്മളോട് വന്ന് പറയുമ്പോൾ നമ്മൾ ആ വിഷയത്തിൽ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. MBBS കാരിയായ പെൺകുട്ടിയെയാണ് ഡോക്ടറായ തൻ്റെ മകന് തേടുന്നത്. MBBS കാരിയെ തേടുമ്പോ ആ MBBS കാരിയായ പെൺകുട്ടി ഉണ്ടല്ലോ, ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്ന് MBBS കാരിയായി വന്നതാണ്. നല്ല പഠിക്കുന്ന കുട്ടി, എല്ലാ രംഗത്തും വിജയം നേടിയ കുട്ടി, എല്ലാം കൊണ്ടും ഈ ചെറുപ്പക്കാരന് യോജിക്കുമെന്ന് കരുതിയിട്ട്, പക്ഷെ ആ കുടുംബം സമ്മതിക്കുന്നില്ല. കാരണം പണമില്ല. അവർക്ക് വേണ്ടത് പണമെന്ന പ്രതാപമാണ്. പണം ഒരു പ്രതാപമാണല്ലോ, പണമുള്ളവർക്കൊരു പ്രതാപമുണ്ടാകുമല്ലോ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ലം യസ്ദദില്ലാഹു ഇല്ലാ ദുല്ലാ, അള്ളാഹു നിന്ദയല്ലാതെ മറ്റൊന്നിനെയും അവരിൽ വർദ്ധിപ്പിക്കുകയില്ല. അതുപോലെ വമൻ തസവ്വജഹാ ലിമാലിഹാ, ഒരാള് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചത് അവളുടെ ധനം ആഗ്രഹിച്ചുകൊണ്ടാണ് എങ്കിൽ ലം യസ്ദദുല്ലാഹു ഇല്ലാ ഫഖറാ, അല്ലാഹു ദാരിദ്ര്യത്തെയല്ലാതെ മറ്റൊന്നും അവരിൽ വർദ്ധിപ്പിക്കുകയില്ല. അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരാൾ തറവാട് നോക്കിയോ അതല്ലെങ്കിൽ ആ പെണ്ണിന്റെ സൗന്ദര്യം നോക്കിയോ ആണ് എങ്കിൽ താഴ്ചയല്ലാതെ മറ്റൊന്നും ആ മനുഷ്യൻ അല്ലാഹു തആല നൽകില്ല. എന്നാൽ നമ്മുടെ ലക്ഷ്യതായിരിക്കണം, ഇപ്പോഴുള്ള നമ്മുടെ മാനസികാവസ്ഥ അതായിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നന്നായിട്ട് ആമീൻ പറയൂ. എന്തുകൊണ്ടെന്നാൽ ഇത് ഞാൻ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. റസൂലുള്ള പറയാണ്, വമൻ തസവ്വജ ഇംറഅതൻ, ഒരാളൊരു പെണ്ണിനെ കല്യാണം കഴിച്ചത് ലം യുരിദ് ബിഹാ ഇല്ലാ അയ്യഗുല്ല ബസറഹു വയഹ്ഫള ഫർജഹു, കല്യാണം കഴിച്ചത് എന്തിനാണ്? തൻ്റെ കണ്ണിനെ ഹറാമിൽ നിന്ന് ചിമ്മാനാണ്, തൻ്റെ ഗുഹ്യസ്ഥാനത്തെ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കാൻ വേണ്ടിയാണ്. അല്ലാഹുവേ, ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാ. നല്ല ദ്വാരക്കേണ്ട കാലഘട്ടമാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ സജീവമായപ്പോൾ, ഇന്റർനെറ്റ് സൗകര്യങ്ങൾ സജീവമായപ്പോൾ നമ്മൾ സ്വർഗത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിനും ഭാര്യയ്ക്കും ഉണ്ടാകുന്ന ആ ഒരു ഉന്നതമായ കാര്യങ്ങളെ നമ്മൾ മറന്നുപോയിരിക്കുകയാണ്. ഖുർആൻ ഇങ്ങനെ നോക്കിയാൽ അല്ലേ, ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗം ഫീ ശുഗുലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. എന്തൊരു വർണ്ണനയാണത്! സൂറത്ത് ഏതാണെന്നറിയാം? ഏതാണ്? പറഞ്ഞോളൂ. യാസീനാണ്. യാസീൻ്റെ ഒരു പ്രത്യേകത ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, സാവധാനത്തിൽ ഓതിയാൽ കിട്ടൂല എന്നുള്ളതാണ്. അതിനൊരു സ്പീഡുണ്ട്, ഒരു നോർമൽ സ്പീഡുണ്ട്. അതിൽ പോയാലാണ് ചില ആളുകൾക്ക് യാസീൻ കിട്ടുള്ളൂ. എന്തൊരു വർണ്ണനയാണ്! ഖുർആൻ ഇങ്ങനെ വർണ്ണിക്കുകയാണ്, ഇന്ന അസ്ഹാബൽ ജന്ന, സ്വർഗത്തിലുള്ള ആളുകൾ ഇങ്ങനെ അല്യവും ഈ സ്വർഗത്ത് കടന്ന ആ ദിവസം ഉണ്ടല്ലോ, ഫീ ശുഗുലിൻ ഫാകിഹൂൻ, അവർ ചില പ്രത്യേക പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ വ്യാപൃതരായിരിക്കുകയാണ്. എന്താണ് ആ പ്രവർത്തനം? ഹും വഅസ്വാജുഹും, മറൈൻ ഡ്രൈവിലേക്ക് ടൂറ് പോയിട്ടല്ല ഇത്, മൂന്നാറിന്റെ സൗന്ദര്യം ആസ്വദിച്ച് തൻ്റെ ഇണകളോടുകൂടെ നിൽക്കുന്ന, തൻ്റെ ഇണയോടുകൂടെ നിൽക്കുന്ന ആ പ്രകൃതി ഭംഗി കാണുന്ന ഒരവസ്ഥയല്ല ഈ പറയുന്നത്. ഇത് അല്ലാഹ് പറയാണ്, ഹും വഅസ്വാജുഹും ഫീ ളിലാൽ, അവരിങ്ങനെ തണലിന്റെ അടിയിൽ, വൃക്ഷങ്ങളുടെ തണലിന്റെ അടിയിൽ, അലൽ ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ,
അവരിങ്ങനെ കട്ടിലുകൾ ഇങ്ങനെ ചാരിയിരിക്കുകയായിരിക്കും. റഹ്മാനെ നീ തൗഫീഖ് നൽകണേ അല്ലാ. അതല്ലേ നമ്മുടെ സ്വപ്നം. മാലൽ അവർ കട്ടിലുകളുടെ മുകളിൽ ഇങ്ങനെ ചാരിയിരിക്കുന്നവരായിരിക്കും എന്ന് മാത്രമല്ല, അവരിങ്ങനെ ചാരിയിരിക്കുമ്പോ വെറുതെ ചാരിയിരിക്കല്ല, ചാരിയിരിക്കുമ്പോ ഒരു സുഖം കിട്ടണമെങ്കിൽ എന്ത് വേണം? അവരുടെ തൊട്ടടുക്കൽ പഴങ്ങൾ വേണം, ഫലങ്ങൾ വേണം. ലഹും ഫീഹാ ഫാകിഹത്തുൻ, അവർക്കവിടെ നിന്ന് പഴം കിട്ടുകയാണ്. പഴം മാത്രമല്ല, ജ്യൂസ് വേണം, അതല്ലെങ്കിൽ കുറച്ച് വെള്ളം വേണം. അവർ ആവശ്യപ്പെടുന്നത് മുഴുവനും ഉണ്ടല്ലോ. അവർ ഈ ആസ്വാദനത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ സ്വർഗത്തിലുള്ള ഇണകൾക്ക് അല്ലാഹു നൽകുന്ന വലിയൊരു നന്മ പറയുകയാണ്. അവരതാ കേൾക്കുന്നു, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. അല്ലാഹു തആല ദുനിയാവിൽ ഇണയായി തുണയായി ജീവിക്കാൻ അവസരം നൽകിയപ്പോ, എല്ലാ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്നും ജീവിതം അകറ്റി നിർത്തിയപ്പോ, സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോ, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോടൊപ്പം ഭർത്താവിനോടൊപ്പം ആ സ്വർഗത്തിൻ്റെ തണലിലിരിക്കുമ്പോ അതാ വരുന്നു നാഥൻ, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. രക്ഷിതാവായ അല്ലാഹുവിൽ നിന്ന് അസ്സലാമു അലൈക്കും എന്ന് ആ ഇണയോടും തുണയോടും അല്ലാഹു സലാം പറയുമെന്ന് സൂറത്ത് യാസീൻ. പടച്ചോനെ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, വമൻ തസവ്വജ ഇംറഅതൻ ലം യുരിദ് ബിഹാ ഇല്ലാ അൻ യഗുല്ല ബസറഹു വയഹ്ഫള ഫർജഹു ബാറകല്ലാഹു ലഹു ഫീഹാ വബാറക ലഹാ ഫീ. അല്ലാഹു തആല അവനിൽ അവൾക്കും അവളിൽ അവൻക്കും അല്ലാഹു അനുഗ്രഹം ചൊരിയുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യം, വിവാഹത്തിന്റെ മാനദണ്ഡങ്ങൾ ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞിട്ട് ഇതൊന്നും ഉള്ളതിൻ്റെ പേരിൽ ഒരിക്കലും അഭിശംസിക്കപ്പെടേണ്ട കാര്യമില്ല. സൗന്ദര്യം ഉണ്ടായതിൻ്റെ പേരിൽ, സ്വത്ത് ഉണ്ടായതിൻ്റെ പേരിൽ, അതല്ലെങ്കിൽ പ്രതാപം ഉണ്ടായതിൻ്റെ പേരിൽ, ജോലി ഉണ്ടായതിൻ്റെ പേരിൽ, ഉദ്യോഗമുണ്ടായതിൻ്റെ പേരിൽ ഒരിക്കലും ഒരാളും ഒരു കുറവുമില്ല, അവരുടെ നന്മക്കൊരു കുറവുമില്ല. പക്ഷേ അതിൻ്റെയൊക്കെ കൂട്ടായി അള്ളാഹുവിൻ്റെ ദീനും അവൻ്റെ ദീനിൻ്റെ ചര്യയും ഉണ്ടാകണം എന്ന് മാത്രം. ആത്തിക റളിയല്ലാഹു അൻഹ, ആത്തിക ബിന്തു സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ എന്ന സ്ത്രീ ഉണ്ടായിരുന്നു. ആത്തിക പലപ്പോഴും പ്രത്യേകിച്ച് ഉസ്താദുമാരൊക്കെ പ്രസംഗത്തിൻ്റെ സമയത്തൊക്കെ ഇടക്ക് സ്ത്രീകളുടെ പള്ളിയിലുള്ള പോക്കൊക്കെ പറയുമ്പോൾ പറയുന്ന ഒരു മഹതിയായ വനിതയാണ് ആത്തിക റളിയല്ലാഹു അൻഹ. വലിയ ഒരു സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു സ്വഹാബികൾക്കിടയിൽ, സ്വഹാബി വനിതകൾക്കിടയിൽ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ആത്തിക്കയെ ആര് കല്യാണം കഴിച്ചുവോ, ആത്തിക റളിയല്ലാഹു അൻഹുവിന്റെ ഭർത്താക്കന്മാർ ഷഹീദാവുക എന്നൊരു പ്രവണതയുണ്ടായിരുന്നു. ആര് കല്യാണം കഴിച്ചാലും അങ്ങനെ ഒരു ചില ആളുകൾക്കൊക്കെ അങ്ങനെ ഓരോ വിധികളുണ്ടാവും. അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. ചില ആളുകൾക്ക് കുടുംബജീവിതത്തിൽ വലിയ പരീക്ഷണങ്ങൾ നേരിടും. നമ്മൾ വിചാരിക്കുന്ന പരീക്ഷണങ്ങളല്ല. കല്യാണം കഴിച്ചാൽ ആ കല്യാണം മരിച്ചു പോവുക, ഭാര്യ മരിച്ചു പോവുക. എനിക്ക് തന്നെ അങ്ങനെ പരിചയമുള്ള ചില ആളുകളുണ്ട്. അള്ളാഹു നമുക്ക് കാവൽ നൽകുമാറാകട്ടെ. പരീക്ഷണങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ അറാദ ഷഹാദ, നിങ്ങൾക്കാർക്കെങ്കിലും രക്തസാക്ഷിത്വം മോഹമുണ്ടോ, ഫല്യതസവ്വജ് ആത്തിക, അവൻ ആത്തിക്കയെ കല്യാണം കഴിക്കട്ടെ. അങ്ങനെ ആത്തിക്കയെ കല്യാണം കഴിച്ചു. അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കറിന്റെ മകനായ അബ്ദുറഹ്മാൻ എന്നയാൾ. കല്യാണം കണ്ട് കഴിച്ചപ്പോ പിന്നെ പള്ളിയിൽ വരുന്നില്ല, പിന്നെ ജമാഅത്തുകൾക്കില്ല. എല്ലാ കാര്യങ്ങളിൽ നിന്നും അബ്ദുറഹ്മാൻ ഒരൽപ്പം പിറകോട്ട് പോയി. വാപ്പ കണിശമായിട്ട് പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല, തൽക്കാലം നിങ്ങൾ വേർപിരിയണം, കാരണം നിന്നെ കൊണ്ട് എനിക്ക് വേറെയും കുറെ ആവശ്യങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവസാനം വേർപിരിയാൻ വേണ്ടി പറഞ്ഞു. വാപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങി അബ്ദുറഹ്മാൻ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ മൊഴി ചൊല്ലി, ത്വലാഖ് ചൊല്ലി.
പിന്നെ അതിനേക്കാളും വലിയ പ്രശ്നം, പടച്ചോനെ മൂപ്പർക്ക് അങ്ങോട്ട് നോക്കാൻ വയ്യ, അങ്ങോട്ട് നോക്കാൻ വയ്യ. മൂപ്പർ ആകെ ഉണ്ടായിരുന്നൊരു സ്വത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ചിരിയാണല്ലോ. ആ ചിരി അങ്ങ് മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ എന്താ സുഖമുള്ളത്? അദ്ദേഹത്തിൻ്റെ ചിരിയൊക്കെ അപ്രത്യക്ഷമായി. വിരഹഗാനങ്ങൾ, വിരഹ കവിതകൾ ഒഴുകാൻ തുടങ്ങി. ഫലം ആറ മിസ്ലി ത്വല്ലഖൽ യൗമ മിസ്ലഹാ വലാ മിസ്ലുഹാ ഫീ ഗൈരി ദംബിൻ തുതല്ലഖൂ. അവളെപ്പോലെ ഒരാൾ, ഒരു കുറ്റവുമില്ലാതെ മൊഴി ചൊല്ലപ്പെട്ട മറ്റൊരു സ്ത്രീയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കവിത ചൊല്ലി. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ വിരഹം കാരണത്താൽ മുമ്പുള്ളതിനേക്കാൾ മോശമായപ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു രണ്ടാമത് കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു. രണ്ടാമത് അതിനെ തിരിച്ചെടുക്കാൻ പറയുകയും അവർ തിരിച്ചെടുക്കുകയും ചെയ്തു. അബ്ദുറഹ്മാൻ ഷഹീദായി പോയി. പിൽക്കാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷഹീദായി പോയത് അറിയാമല്ലോ. സുബൈർ ഇബ്നുൽ അവ്വാം കല്യാണം കഴിച്ചു. ഇങ്ങനെ കല്യാണം കഴിക്കുന്നവരൊക്കെ രക്തസാക്ഷികളായി ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, സൗന്ദര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല എന്നാണ് ദീന് പറയുന്നത്. ഇന്നല്ലാഹ ജമീൽ യുഹിബ്ബുൽ ജമാൽ. അല്ലാഹു സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നവനാണ്. ആ സൗന്ദര്യത്തെ അല്ലാഹു സൗന്ദര്യമുള്ളവനാണ്. അവൻ സൗന്ദര്യമുള്ളവനെ ഇഷ്ടപ്പെടുന്നവനാണ്. പക്ഷേ അതുമാത്രമാവരുത് എന്നാ പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ അല്ലാഹുവിൻ്റെ റസൂല് കല്യാണം കഴിച്ചത് അലിയെപ്പോലെ ഒരു ദരിദ്രനുണ്ടായിരുന്നില്ല, അലിയെപ്പോലെ ഒരു പാവപ്പെട്ടവനുണ്ടായിരുന്നില്ല. അത് കല്യാണം പറഞ്ഞപ്പോൾ, ഫാത്തിമ ബീവിയോട് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി കരഞ്ഞുപോയി. എന്തുകൊണ്ടാണെന്നറിയില്ല. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, ഫാത്തിമ, നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത് മക്കയിലെ ഏറ്റവും വലിയ, മദീനയിലെ ഏറ്റവും വലിയ ധീരനാണ്, ഏറ്റവും വലിയ അറിവുള്ള ആളുമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി കണക്കാക്കിയ മാനദണ്ഡങ്ങളിൽ പ്രധാനം അതായിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ചില കാര്യങ്ങളാണ്. 6 തരം സ്ത്രീകളെ കല്യാണം കഴിക്കാൻ, അത് കല്യാണം കഴിച്ചവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, കഴിക്കാനുള്ളവരോട് ചില സ്ത്രീകളുടെ സ്വഭാവങ്ങളാണിത്. അപ്പം ഇത് ഞാൻ പറയുമ്പോൾ ഓരോരുത്തർക്കും ആലോചിക്കാമല്ലോ, പടച്ചവനെ ഇതിൽ ഏത് സ്വഭാവമാണ് എന്നിൽ ഉള്ളത് എന്ന് ആലോചിക്കാമല്ലോ. ആ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം എന്നുള്ളതാണ്. ഒന്നാമത്തേത് അന്നാന. ഒരു വിഭാഗം സ്ത്രീകളാണ്, അവർ എപ്പോഴും രോഗം അഭിനയിക്കുന്നവരാകുമത്രേ. ഭർത്താവിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവർ തയ്യാറാവുകയില്ല. ഭർത്താവിനെ സ്നേഹിക്കാനോ സഹായിക്കുവാനോ, ഭർത്താവിൻ്റെ ശാരീരികമായ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുവാനോ തയ്യാറാകാതെ എന്ത് കാര്യം പറഞ്ഞാലും തലവേദനയാണെന്ന് പറയാ, എന്ത് കാര്യം പറഞ്ഞാലും എനിക്കിപ്പോൾ ആരോഗ്യമില്ല എന്ന് പറയാ. ഉള്ള രോഗത്തെക്കുറിച്ചല്ല പറയുന്നത്, രോഗം അഭിനയിക്കുന്ന ഒരു സ്വഭാവം. രണ്ടാമത്തെ സ്വഭാവമാണ് മന്നാന. മന്നാന അത് പിന്നെ പൊതുവെ സ്ത്രീകളിലൊന്നും കാണാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഭർത്താവിന് എന്തെങ്കിലും ഗുണം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ എടുത്തു പറയുന്ന ഒരു വിഭാഗം സ്ത്രീകൾ. അത് പിന്നെ നമ്മളുടെ ഇടയിലൊന്നും തീരില്ല എന്നുള്ളതാണ്. എങ്ങല്ലേ, എന്ത്, ഓ നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തന്നു, നിങ്ങളുടെ ഡ്രസ്സ് ഞാൻ ഇസ്തിരിട്ട് തന്നില്ലേ, നിങ്ങൾക്ക് ഞാൻ അത് ചെയ്ത് തന്നില്ലേ, ഇത് ചെയ്ത് തന്നില്ലേ എന്നൊന്നും പറയുന്നൊരു സ്വഭാവം നമുക്കിടയിലില്ല. അങ്ങനെയുള്ളത് സ്ത്രീകളുടെ ഒരു ദുഷിച്ച സ്വഭാവമാണ് എന്നാണ്. അതിന് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പറയേണ്ടതില്ലല്ലോ. ഹന്നാന എന്ന് പറഞ്ഞാൽ മറ്റൊരു ഭർത്താവിലേക്ക് ആഗ്രഹിക്കുക. ഓ, എൻ്റെ ഭർത്താവ് ഈ പൊണ്ണനാണല്ലോ പടച്ചോനെ, എനിക്ക് അയാൾ ഭർത്താവ്. ഇത് ആഗ്രഹിക്കപ്പെടുന്ന ആളുകളൊന്നും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. നമ്മളൊക്കെ എല്ലാവരും ഉഷാറുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ പടച്ചോൻ എനിക്ക് അയാളിൻ്റെ ഭർത്താവായിരുന്നെങ്കിൽ, ഇയാളിൻ്റെ മോനായിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറയാം, എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ച്, അതൊക്കെ ഒരു കുടുംബത്തിലുണ്ടാകുന്ന ഒരു വിഷമമാണല്ലോ. നാലാമത്തത് നമുക്കിടയിൽ തീരുണ്ടാവില്ല. ഹദാഖത്ത് എന്നാണ് അവരറിയപ്പെടുന്നത്. എല്ലാ സാധനങ്ങളിലേക്കും ആവശ്യമുള്ളവരാവും എത്രയാ അവർ. എല്ലാ സാധനങ്ങളിലേക്കും. ഒരു വാനിറ്റി ബാഗ് കണ്ടിട്ടുണ്ടെങ്കിൽ അത്, അതുപോലെ ഒരു വാഹനമൊക്കെ വാങ്ങി, ആ വാഹനം വാങ്ങി 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് കുറച്ച് അപ്പുറത്തുള്ള ആൾ വേറൊരു അപ്പം അതിലേക്ക്, ഇങ്ങനെ ഓരോ കാര്യങ്ങളിലേക്ക്, എല്ലാ സാധനങ്ങളിലേക്കും ആവശ്യമുള്ള ആളുകൾ. വേറെ വിഭാഗം സ്ത്രീകളാണ് ബറാഖത്ത്. 2 അർത്ഥങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിവായി
എപ്പോഴും തൻ്റെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ അതൊന്നും നമുക്കിടയിൽ ഉണ്ടാവില്ല. എന്നാൽ ചിലർക്കിടയിലുണ്ട്. അവർ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കില്ല, അവർ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഭക്ഷണം പാർസൽ ചെയ്യിക്കും, അവർ മറ്റുള്ള എവിടെ പോയി ഭക്ഷണം കഴിക്കും. അവരാകെ ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് തൻ്റെ ഭർത്താവിൻ്റെ കഷ്ടപ്പാട് കൊണ്ടുണ്ടാക്കിയ പണം കൊണ്ട് തൻ്റെ മുഖം മിനുക്കുകയും തൻ്റെ സൗന്ദര്യം മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന ദുസ്വഭാവികളായ സ്ത്രീകൾ. അതല്ലെങ്കിൽ അതിന് വേറെ ഒരർത്ഥം കൂടെ ഉണ്ട്. ഒരിക്കലും അവർ ഒരാളുടെ കൂട്ടത്തിലും ഭക്ഷണം കഴിക്കില്ല. അത് ഏറ്റവും വലിയൊരു ദുസ്വഭാവമാണ്. നമ്മുടെ വീട്ടിൽ ബർക്കത്തുണ്ടാവാനുള്ള ഏറ്റവും വലിയ ഒരു മാർഗം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. നോമ്പിന് പിന്നെ അത് പ്രത്യേകം പറയേണ്ടതില്ല, ആർക്കും സെപ്പറേറ്റ് ടൈമില്ലല്ലോ. എല്ലാവരും 4 മണിക്ക് തന്നെ എഴുന്നേറ്റ് ആ നേരത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കാര്യം കഷ്ടമായിരിക്കും എന്ന് വിചാരിച്ച് ഏറെക്കുറെയൊക്കെ എല്ലാവരും ആ സമയത്ത് ഭക്ഷണം കഴിക്കും. എന്നാൽ ആ സമയത്ത് മാത്രമല്ല, പിന്നെ ഏത് സമയത്തും നബിയോട് സ്വഹാബികൾ ചെന്ന് പറഞ്ഞു, നബിയെ, ഞങ്ങൾ നന്നായി കഴിക്കുന്നുണ്ട്, നമ്മളെയൊക്കെ പോലെ തന്നെ നന്നായി കഴിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങളുടെ വയറ് നിറയുന്നില്ല. നമുക്ക് നേരെ തിരിച്ചാണ് പരാതി എന്നുള്ളതാണ്. വയറ് നിറഞ്ഞിട്ട് പിന്നെ കഴിക്കാൻ കഴിയണില്ല എന്നുള്ളൊരു പ്രശ്നമായിരിക്കും കുറേ ആൾക്കാർക്ക് ഉണ്ടാകുക. ഞങ്ങളുടെ വയറൊക്കെ നിറഞ്ഞൊന്നും കഴിക്കാൻ കഴിയണില്ലല്ലോ. വരാതല്ല, ഞങ്ങൾ നന്നായി കഴിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങളുടെ വയറ് നിറയുന്നില്ല. സ്വഹാബികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനുള്ള ഒരു പരിഹാരമായി പറഞ്ഞത്, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൂ എന്നുള്ളതാണ്. ചില സ്ത്രീകളുണ്ടാവും, അവർ ഭർത്താവിനോടൊപ്പം ഇരിക്കുകയില്ല. ഭർത്താവിനോടൊപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ, അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ ഒരു പാലൂട്ടലും തേനൂട്ടലും ഒക്കെ എല്ലാ കാലത്തും നടക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലേ, പണ്ടത്തെ ആൾക്കാർ പറയും, കല്യാണം കഴിച്ചാൽ ആദ്യ ഒരു മാസം ഭയങ്കര ഹണിമൂണായിരിക്കുമല്ലോ, അപ്പോൾ ഇവളെന്ത് പറഞ്ഞാലും മൂപ്പര് കേൾക്കുന്നതാണ്. നേരെ തിരിച്ചാന്നറിയില്ല. അടുത്തൊരു മാസം എന്ന് പറഞ്ഞാൽ ഇവൻ എന്ത് പറഞ്ഞാലും അവൾ കേൾക്കേണ്ടി വരും. അത് കഴിഞ്ഞ് 3-ാമത്തെ മാസം മുതൽ ജീവിതാവസാനം വരെ ഇവർ രണ്ടുപേരും പറയുന്നത് നാട്ടുകാർ മുഴുവൻ കേൾക്കുന്നതാണ്. ആ ജാതി ബഹളമായിരിക്കും. എന്താണ്? ഒരു ചായ ചോദിച്ചതാണ് പ്രശ്നം, ചിലപ്പോൾ അത് കൊടുത്തതാവും പ്രശ്നം. ചൂടില്ല, മധുരമില്ല, പിന്നെ മൂപ്പരെ കുടിക്കല്ല ചെയ്യുക, കുടിപ്പിക്കുകയാണ് ചെയ്യുക. യാ അല്ലാഹ്, അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഒരു ഷഹാദത്ത് ചൊല്ലു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. മാഷാ അല്ലാഹ്, നമ്മുടെ സമയം ഇങ്ങനെ നീണ്ടു പോവാണ്. പ്രസംഗം തുടങ്ങിയിട്ട് ഇപ്പം എത്ര നേരമായി? എത്ര നേരമായി? 1 മണിക്കൂറും 5 മിനിറ്റും ആയില്ലേ? 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞതല്ലേ? 1 മണിക്കൂറും 10 മിനിറ്റും ആയോ? 30-ന് കണക്റ്റാ തുടങ്ങി. അൽഹംദുലില്ലാഹ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് ഒന്ന് ഉറങ്ങുന്നൊന്നും ഇല്ല എന്നാണ് തോന്നണത്. ഉണ്ടോ? ഞാൻ അതും കേൾക്കാതെ ഉറങ്ങണവരുണ്ടോ? എന്താണ്? ഫാൻ ഇടാത്ത ആ ഫാനിനൊരു പ്രത്യേക ശബ്ദം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. എനിക്ക് ഈ ശബ്ദം ഒരു ഇറിറ്റേഷൻ ആയിട്ട് വരും. ഇൻഷാ അല്ലാഹ് ഇന്നിപ്പോൾ കുറേ ആളുകൾ പിന്നെ പ്രസംഗമൊക്കെ തുടങ്ങിയിട്ടും 10:15-നൊക്കെയാണ് വന്നത്. നിങ്ങൾ നേരത്തെ വന്നാലാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ നേരത്തെ പ്രസംഗം തുടങ്ങാൻ കഴിയുക. നമ്മളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒന്ന് ഉഷാറായിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ആ 1 മണിക്കൂറോളമുള്ള സമയം നമുക്ക് സന്തോഷത്തോടു കൂടെ സംസാരിക്കാം. പിന്നിലിരിക്കുന്ന ആൾക്കാർ നമ്മൾ പറഞ്ഞത് കേട്ടില്ല, അപ്പോഴൊന്ന് ഉറങ്ങാൻ തോന്നുന്നുണ്ട്. എല്ലാവരും എണീറ്റ് നിൽക്കി. ബിസ്മില്ലാഹി, എന്തോ ഒരു മനുഷ്യന്മാരാണ്. യാ അല്ലാഹ്, എല്ലാവരും ഉഷാറായി ഒന്ന് എണീറ്റ് നിൽക്കി. അവിടെ അങ്ങോട്ട് ഇരുന്നിട്ട് ഇനി പോകുമ്പോൾ എണീക്കാം അല്ലേ? ഉഷാറായി ഇൻഷാ അല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. എഴുന്നേറ്റ് നിന്നപ്പോൾ ആ ഒരു ക്ഷീണം പോയവർ മാത്രം ഇരിക്കും. എഴുന്നേറ്റ് നിന്നപ്പോൾ ക്ഷീണിച്ചോണാവോ? അതാവും പ്രശ്നം. അൽഹംദുലില്ലാഹ്. ഇപ്പം കണ്ടില്ല, എല്ലാവരും ഉഷാറായി പോയി. അള്ളാഹു സന്തോഷം നിലനിർത്തുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. ഇപ്പം എല്ലാവരും ഒന്ന് ഉണർന്ന സ്ഥിതിക്ക് നമ്മളുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ നിങ്ങളെ സമീപിക്കുകയാണ്. എല്ലാവരും സ്വതക്ക ചെയ്യണം. എല്ലാവരും
സ്വതക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോമ്പാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന ആ ഒരു സ്വതക്ക ചെയ്താൽ പോരാ. ഇൻഷാ അല്ലാഹ് ആരും അറിയാതെ കൊടുക്കാൻ കഴിയുന്ന ഒരു സ്വതക്കയാണല്ലോ. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാണ്, ഈ 3 ദിവസവും നിങ്ങൾ സ്വതക്ക എന്നുള്ള നിയ്യത്തോടെ മിനിമം ഒരു 100 രൂപ കൊണ്ടുവരണം. അങ്ങനെ നമ്മളെല്ലാവരും ഒന്ന് സ്വതക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ സംഘാടകർക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രയാസമില്ലാതെ നിർവഹിക്കാൻ കഴിയും. അപ്പോൾ ഇവിടുന്ന് തുടങ്ങുന്ന സിദ്ദീഖ് സാഹിബേ, ഇൻഷാ അല്ലാഹ് ഒരു 100 രൂപ. ഇനി 200ൻ്റെ ഒറ്റ നോട്ടതിലിട്ടാലും 2000 ഇട്ടാലും 1000 ഇട്ടാലും ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു തആല ഖബൂലാക്കുമാറാവട്ടെ. എല്ലാവരും ഒന്ന് ആമീൻ പറയൂ. എന്ത് നിയ്യത്തോടെയാണോ നിങ്ങൾ സ്വതക്ക ചെയ്യുന്നത്, അല്ലാഹു തആല ആ സ്വതക്കകളെ സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ അങ്ങനെയുള്ളത് സ്ത്രീകളുടെ ഒരു ദുസ്വഭാവമാണ്. 6-ാമത്തേതാണ് ശദ്ദാഖത്ത്. എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക, സംസാരപ്രിയ. അതിൽ നല്ലതെന്നോ ചീത്തയെന്നോ ചില സ്ത്രീകളുണ്ടാവും. അങ്ങനെ നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വെളിവില്ലാതെ സംസാരിക്കുന്ന സ്വഭാവം. അത് അദബ് വേണം. ഇപ്പം ഇന്നലെ പത്രത്തിൽ നിന്ന് കണ്ടോ, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ഇംഗ്ലണ്ടിലെ രാജകുമാരൻ കല്യാണം കഴിച്ച സീരിയൽ നടിക്ക് അവർക്ക് രാജകുമാരൻ്റെയോ അതല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിൻ്റെയോ ഒന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഇടപെടണം എന്ന് പറയുന്ന പ്രത്യേകമായ കോച്ചിങ് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കോച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് നൽകാത്തതിൻ്റെ പല വിപത്തുകളും വരാറുണ്ട്. ഏതായാലും ഞാൻ അതിലേക്ക് കടക്കുകയല്ല. ഇതൊക്കെ സ്ത്രീകൾക്കുണ്ടാകുന്ന പൊതുവിലുണ്ടാകുന്ന ദുസ്വഭാവങ്ങളാണ്. ആ ദുസ്വഭാവങ്ങൾ വിശ്വാസികളായ നമ്മൾ മാറ്റിയെടുത്തേ മതിയാവൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി പെൺകുട്ടികൾക്കുണ്ടായിരിക്കേണ്ട ദൗത്യം ഞാൻ ഇത്രയും സമയം പറഞ്ഞതിനെ ഒന്ന് സംഗ്രഹിക്കുകയാണ്. ഒന്നാമതായി പെണ്ണ് ദീനീ ചിട്ടയുള്ളവളാവുക. അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ വളരെ കൃത്യമായി ആ കാര്യത്തിൽ അന്വേഷിക്കുകയും അവരെക്കുറിച്ച് നമ്മോട് അന്വേഷിക്കുമ്പോൾ ശരിയായ വിവരം അവരെ സംബന്ധിച്ച് നമ്മൾ നൽകുകയും വേണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അത് ഗീബത്താവൂല എന്നാണ്. കാരണം വലിയ കുടുംബമാണ് ഇവിടെ രൂപീകരിക്കപ്പെടാൻ പോകുന്നത്. ഓൻ ഒരൊറ്റ നേരം പോലും നിസ്കരിക്കാത്ത ആളായിരിക്കും. പക്ഷേ അവനെക്കുറിച്ച് നമ്മൾ പറയാണ്, ഓൻ നന്നായിട്ട് നിസ്കരിക്കുന്ന ആളാണ്. അവരുടെ കുടുംബത്തെക്കുറിച്ചും അവരുടെ സ്വഭാവത്തെക്കുറിച്ചും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖൈസിന്റെ മകളായ ഫാത്തിമയെ സംബന്ധിച്ച്, ഫാത്തിമ റളിയല്ലാഹു അൻഹയെ മുആവിയയും അബൂജഹം എന്ന് പറയുന്ന 2 സ്വഹാബികളും കല്യാണം അന്വേഷിച്ചു. ഫാത്തിമ എന്ന് പറയുന്ന സ്ത്രീയെ, എന്ന് പറയുന്ന സ്വഹാബി വനിതയെ അള്ളാന്റെ റസൂലിനോട് വന്ന് കാര്യം പറഞ്ഞു. നബിയേ, എന്താണ് മുആവിയയുടെ സ്വഭാവം, എന്താണ് അബൂജഹമിന്റെ സ്വഭാവം? അപ്പോൾ പറഞ്ഞു, ഫാത്തിമ, അബൂജഹം നിങ്ങൾക്ക് യോജിച്ച ആളല്ല. കാരണം അദ്ദേഹം തൻ്റെ ചുമലിൽ നിന്ന് വടി താഴെ വെക്കാറില്ല. എന്ന് പറഞ്ഞാൽ വലിയ ദേഷ്യക്കാരനാണ്. അതുകൊണ്ടത് നിങ്ങൾക്ക് യോജിച്ച ആളല്ല. എന്നാൽ മുആവിയയാണെങ്കിലോ അത് നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് യോജിച്ചതല്ല. ഞാൻ നിങ്ങൾക്ക് മറ്റൊരു അന്വേഷണം പറഞ്ഞു തരാം. നിങ്ങൾ ഉസാമയെ, സെയ്ദിന്റെ മകനായ ഉസാമയെ നിങ്ങൾ കല്യാണം കഴിക്കണേ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് അവിടുന്ന് പരിഗണിച്ച ഏറ്റവും വലിയ പരിഗണന ഇത് തന്നെയായിരുന്നു. അവിടുന്ന് കല്യാണം കഴിച്ചു 11 ആളുകളെ. പലരും അതിനെ സംബന്ധിച്ച് പല ജൽപ്പനങ്ങളും പറയാറുണ്ട്. ഹബീബായ നബിയെ പരിഹസിക്കുവാനും റസൂലുള്ളാഹിയെ പുച്ഛിക്കുവാനും പലരും പ്രവാചകന്റെ ഈ ഒരു 11 ഇണകളെ കല്യാണം കഴിച്ചു. 12ാമത്തേത് മഹദിയായ മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹ. ഇങ്ങനെ 12 ആളുകൾ ഉണ്ടായിരുന്നു. ഒരഭിപ്രായ പ്രകാരം 11 ആളുകൾ ഉണ്ടായിരുന്നു. ആവട്ടെ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈ 11 ആളുകളിൽ ഒരാള് മാത്രമാ മുൻപ് കല്യാണം കഴിക്കപ്പെടാത്തവരായിട്ടുണ്ടായിരുന്നത്. അത് മറ്റാരുമല്ല, സുമുഖിയായ സുന്ദരിയായ ഈ ലോകത്ത് അല്ലാഹുവിൻ്റെ ദീൻ ഏറ്റവും മനോഹരമായി പ്രചരിപ്പിക്കാൻ ഒരു പ്രബോധകയായി ലോകം കാണുന്ന മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ. ബാക്കിയുള്ളവർക്കാർക്കും ആ ഒരു രീതി ഉണ്ടായിരുന്നില്ല.
പ്രായമേറിയവരായിരുന്നു, വിധവകളായിരുന്നു, അശരണരായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പലരുമായിട്ടുമുള്ള ഇടപാടിനും ദഅവത്തിനും സഹായകമാകുന്ന ഒരു രീതിയായിരുന്നു റസൂലുള്ള പരിഗണിച്ചിരുന്നത്. എന്നാൽ ഇവരിൽ റസൂലുള്ള ഇങ്ങനെയുള്ളവരെ കല്യാണം കഴിക്കുമ്പോൾ അവരുടെ മതബോധം, അവരുടെ ദീനുമായുള്ള സമ്പർക്കം അള്ളാഹുവിന്റെ റസൂൽ നന്നായി പരിഗണിച്ചിരുന്നു. അതിൻ്റെ ഒറ്റ ഉദാഹരണം നമുക്ക് പറയാമല്ലോ. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിലെ വളരെ പ്രമുഖയായ മഹദിയാണല്ലോ പരിശുദ്ധ റസൂലിന്റെ പ്രിയതമയായിരുന്ന ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ അള്ളാഹുവിന്റെ റസൂൽ കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് അബൂ സലമ എന്ന സ്വഹാബിയുടെ ഭാര്യയായിരുന്നു. അബൂ സലമ രോഗം ബാധിച്ചു. അബൂ സലമ ലോകത്തോട് വിട പറഞ്ഞു പോയി. അബൂ സലമ വിട പറഞ്ഞപ്പോൾ സദാസമയവും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് അത് എങ്ങനെയെങ്കിലും ഒരു കാവൽ നൽകണം, സംരക്ഷണം നൽകണം. തന്നെയുമല്ല, അവർ വിധവയാണ് എന്നതോടൊപ്പം അവർക്ക് പറക്കമുറ്റാത്ത 2-3 മക്കളുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂല് സംരക്ഷണം ഏറ്റെടുക്കൽ നിർബന്ധമായ ഒരു ഘട്ടം പോലെ വന്നപ്പോഴാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു അൻഹയുടെ അവിടുത്തെ നിര്യാണത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റെടുക്കുന്നത്. ചുരുക്കത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഒഴികെയുള്ള നമ്മളത് പഠിക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നബി തിരുമേനി ഇത്ര കല്യാണം കഴിച്ചോ, ബാക്കിയുള്ളവർക്ക് 4 തന്നെ ഉള്ളത് തന്നെ വലിയ പ്രശ്നം എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും 4 കല്യാണം കഴിക്കുന്നവരല്ലല്ലോ. നമുക്കിടയിൽ ആരാ 4 കല്യാണം കഴിച്ചവർ? നമുക്കിടയിൽ ആരാ 2 ആളെ പോലും കല്യാണം കഴിച്ചവരാരാ? അതൊക്കെ നിർബന്ധമായ ഘട്ടത്തില്, അനിവാര്യമായ ഘട്ടത്തില് ദീനിനെതിരല്ലാത്ത രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സർവശക്തനായ അല്ലാഹു തആല നൽകിയിരിക്കുന്ന കരുണ മാത്രമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാൾ 2 കല്യാണം കഴിക്കുമ്പോ 3 കല്യാണം കഴിക്കേണ്ടി വരുമ്പോ, അതായത് നിർബന്ധമായ ഘട്ടത്തിൽ തോന്നുന്നത് പോലെ കല്യാണം കഴിക്കുവാനല്ല, കഴിച്ച പെൺകുട്ടികളെ ഉപദ്രവിക്കാനുമല്ല, അവർക്കിടയിൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കാനല്ല, മറിച്ച് അങ്ങനെയുള്ള അനിവാര്യമായ ഘട്ടത്തില് അവരുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, ഈ മനുഷ്യന്റെ ജീവിതത്തിനൊരു ശാന്തിയും സാന്ത്വനവും ഉണ്ടാകാൻ അല്ലാഹു തമ്പുരാൻ നിശ്ചയിച്ചിരിക്കുന്ന ഒരു നിബന്ധന മാത്രമാണ്, ഒരു മാനദണ്ഡം മാത്രമാണ് 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും കല്യാണം എന്ന് നമ്മൾ സമഗ്രമായി മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യയെ തെരഞ്ഞെടുക്കുമ്പോൾ സൂചിപ്പിച്ച 1-2 കാര്യങ്ങൾ സാന്ദർഭികമായി നിങ്ങളോട് ഞാൻ പറയുകയാണ്. അതിൽപ്പെട്ട ഒന്നാണ് കന്യകകളെ കല്യാണം കഴിക്കുക എന്നത്. ഒരാൾ പ്രഥമ കല്യാണം കഴിക്കുമ്പോൾ അതിൽ പരിഗണന നൽകേണ്ടത് അവർ മുൻപ് മറ്റൊരു കല്യാണം കഴിക്കാത്തവരായിരിക്കലാണ് നല്ലത് എന്നേ ഉള്ളൂ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും സ്വഹാബികൾ കല്യാണ അന്വേഷണം നടത്തുമ്പോൾ, ഞാൻ ഇന്ന പെണ്ണിനെ കല്യാണം അന്വേഷിച്ചു, ഇയാൾ മുമ്പ് കല്യാണം ഒന്നും അന്വേഷിച്ചിട്ടുണ്ടാവൂല. അപ്പൊ റസൂലുള്ള ചോദിച്ചത് കാണാം, ഹല്ലാ അഖദ്ത ബിക്റൻ തുലാഇബുഹാ വതുലാഇബുക്, നിനക്കൊരു കന്യകയെ കല്യാണം കഴിച്ചുകൂടായിരുന്നോ? എന്നാൽ നിങ്ങൾക്കിടയിലുള്ള ആ സന്തോഷകരമായ ജീവിതം നന്നാകുമല്ലോ. വേറെ ഒരു ഹദീസിൽ കാണാം, അലൈക്കും ബിൽ അബ്കാർ, നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ കന്യകകളെ പ്രത്യേകമായി പരിഗണിക്കണം. ഫഇന്നഹുന്ന അഅദബു അഫ്വാഹ, അവർ നന്നായി കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കാൻ അറിയുന്നവരാണ്. ഐ അല്യനു കലിമതൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, തഖയ്യറൂ ലിനുത്ഫികും വലാ തളഊഹാ ഇല്ലൽ അക്ഫാ, നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ഇണകളെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് അനുയോജ്യരാണോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. അതായത് 1, അവരുടെ തറവാട് നിങ്ങൾ നോക്കണം. തറവാട് നോക്കേണ്ടത് തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരിക്കലും ഇതിനെതിരല്ല. അതായത് അതുമാത്രം നോക്കരുത് എന്നാ പറഞ്ഞത്. കല്യാണം കഴിക്കുമ്പോൾ അടിമത്വമുള്ള തറവാടാണോ, ദോഷമുക്തിയുള്ള കുടുംബമാണോ
എന്ന് പറഞ്ഞാൽ അവർക്ക് നിസ്കാരമെന്നോ നോമ്പെന്നോ മറ്റു മറ്റു ദീനിയായിരിക്കുന്ന കാര്യങ്ങളിലോ യാതൊരു താല്പര്യവുമില്ലാത്ത രീതിയിലാണെങ്കിൽ അവരെ കല്യാണം കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ബാഹ്യമായ ആന്തരികമായ ന്യൂനതകളിൽ നിന്നും മുക്തമായിരിക്കുന്ന ഭാര്യമാരെയാണ് നമ്മൾ ഇണകളായി തേടേണ്ടത്. മറ്റൊരു ഹദീസിൽ കാണാം, നന്നായി പ്രസവിക്കുന്നവളെ കല്യാണം കഴിക്കണം. തസവ്വജുൽ വദൂദൽ വലൂദ്. രണ്ട് സ്വഭാവമാണ് പറഞ്ഞത്. ഒന്ന് അൽ വദൂദ്, നല്ല സ്നേഹമുള്ള ഇണകളെ. രണ്ടാമത്തേത് പറഞ്ഞത് അൽ വലൂദ്. ഈ ഹദീസ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ഓതിത്തരുമ്പോൾ ഉസ്താദിനോടൊരാൾ സംശയം ചോദിച്ചു. കൂട്ടത്തിൽപ്പെട്ട ഒരു കുട്ടി, ഉസ്താദേ, നമ്മൾ നല്ല സ്നേഹമുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കണം എന്ന് റസൂലുള്ള പറഞ്ഞത് നമ്മളെങ്ങനെ പരിശോധിക്കാതെ അറിയാം? ഇവള് സ്നേഹമുള്ളവളാണോ അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത്യാവശ്യം ഒരു പ്രേമമൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നതല്ലേ നല്ലത് എന്ന് ഉസ്താദിനോട് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു, അതിൻ്റെ ബാക്കി വായിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അൽ വലൂദ്, നല്ല പ്രസവിക്കുന്ന സ്ത്രീകൾ, അതെങ്ങനെയാ മനസ്സിലാക്കാന്ന് ചോദിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാമല്ലോ, അവരുടെ കുടുംബത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഏറെക്കുറെ അവരുടെ പാരമ്പര്യത്തെ നമുക്ക് നിർണയിക്കാൻ കഴിയും. റസൂൽ ഉസ്താദ് പറഞ്ഞു, എന്നാൽ അങ്ങനെ തന്നെയാ അൽ വദൂദിനെയും മനസ്സിലാക്കുക. ഇവരുടെ സ്വഭാവം അവരുടെ കുടുംബത്തെ അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അവരുടെ ഇടപെടൽ എങ്ങനെയാണ്, അവരുടെ മാതാക്കളുടെ ഇടപെടൽ എങ്ങനെയാണ്, അവരുടെ പിതാക്കന്മാരുടെ ഇടപെടൽ എങ്ങനെയാണ്. അതുപോലെ മറ്റൊരു നിബന്ധനയാണ് കല്യാണം ഉദ്ദേശിക്കുന്നവർ പരസ്പരം കാണുക എന്ന് പറയുന്നത്. ഇതൊക്കെ കേവലമായ ഒരാചാരമായി അനുഷ്ഠിക്കപ്പെടാറുള്ളതാണെങ്കിലും ഇതൊക്കെ ദീനിന്റെ സുന്നത്താണ് എന്നെൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. ഇദാ ഖതബ അഹദുകുമുൽ മർആ, നിങ്ങളൊരു സ്ത്രീയെ കല്യാണം ആലോചിക്കുമ്പോൾ ഫഇൻ ഇസ്തത്വാഅ അൻ യൻദുറ മാ യദ്ഉഹു ഇലൻ നിക്കാഹ്, ആ വൈവാഹിക ജീവിതത്തിലേക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒന്ന് അവളിലുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാൻ സാധ്യമായാൽ അവനത് ചെയ്യട്ടെ. സയ്യിദുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ നിഷ്കർഷിക്കുന്ന കാര്യം, ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ഒന്നുകിൽ നേരിട്ടോ അതല്ലെങ്കിൽ അവൾ അറിയാതെയോ അവളുടെ മുഖത്തേക്കും അവളുടെ മുൻകൈയിലേക്കും നോക്കാവുന്നതാണ്. അങ്ങനെ നോക്കൽ അനിവാര്യവുമാണ്. മുഗീറ റളിയല്ലാഹു അൻഹു ഒരു പെണ്ണിനെ കല്യാണം ആലോചിച്ച വിവരം റസൂലിനോട് പറഞ്ഞപ്പോൾ ഹബീബായ റസൂലുള്ള ചോദിച്ചു, മുഗീറ, ആ പെൺകുട്ടിയെ നീ കണ്ടോ? അനളർത ഇലൈഹാ, നീ അവളിലേക്ക് നോക്കിയോ? ഖാലല, ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ പറഞ്ഞു, ഉൻദുർ ഇലൈഹാ, നീ അവളെ പോയി നോക്കണം. ഫഇന്നഹു അഹ്റാ അൻ യുഅ്ദമ ബൈനകുമാ, ആ കാണൽ നിങ്ങൾക്കിടയിൽ ഇണക്കം വർദ്ധിക്കാനുള്ള ഏറ്റവും വലിയ കാരണമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഒരു ചര്യയാണ്, ഇതൊക്കെ ഒരു സുന്നത്താണ് എന്ന് കരുതിയിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി നമ്മളുടെ മക്കളുടെയൊക്കെ കല്യാണ സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. തുടക്കത്തിൽ തന്നെ ആ ഒരു ഹറാമിൻ്റെയും നിഷിദ്ധമായ കാര്യങ്ങളുടെയും അടിസ്ഥാനമുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ ഭാവിയിൽ നന്മകൾ ഉണ്ടാവില്ല. കല്യാണത്തിന് പെണ്ണിനെ കാണാൻ പോകുമ്പോൾ തന്നെ വരനും അവൻ്റെ കൂട്ടുകാരും എല്ലാവരും കൂടെ പോവുക, എന്നിട്ട് എല്ലാവരും കൂടെ സെലക്ട് ചെയ്യുക. ഇതൊന്നും ദീനിൻ്റെ കാര്യമല്ല, ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ ദീന് പടച്ചോന് പറഞ്ഞതനുസരിച്ച് ആ രീതിയിലുള്ള അന്വേഷണങ്ങളും ആ രീതിയിലുള്ള കാര്യങ്ങളും നമ്മൾ നടപ്പിലാക്കുക. പരസ്പരം ഉള്ള കുറ്റങ്ങൾ മറച്ചു വെക്കാൻ പാടില്ല. ഇന്ന് പലപ്പോഴും പല വിവാഹമോചനങ്ങളും നടക്കുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് അവർ കുറ്റങ്ങൾ മറച്ചു വെക്കുന്നു എന്നതാണ്. മറച്ചു വെക്കാൻ പാടില്ല. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു, സുഹൈബ് റളിയല്ലാഹു അൻ, രണ്ടാളുകളും കല്യാണം അന്വേഷിക്കുമ്പോൾ അവരുടെ ചരിത്രം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അവർ രണ്ടുപേരും കല്യാണം അന്വേഷിക്കുന്ന വീട്ടിലേക്ക് പോയി.
അവരോട് തങ്ങളുടെ പൂർവചരിത്രങ്ങൾ മുഴുവൻ പറഞ്ഞു. ഞങ്ങൾ ദുർമാർഗികളായിരുന്നു, ഞങ്ങൾ അടിമകളായിരുന്നു, അള്ളാഹു ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി, അതുകൊണ്ട് ഞങ്ങൾ ഈ രൂപത്തിലായി, ഞങ്ങളുടെ പഴയ അവസ്ഥ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് തങ്ങളുടെ അവസ്ഥകൾ മുഴുവൻ വിവരിച്ചു കൊടുത്തതായി നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് പലപ്പോഴും രോഗങ്ങൾ മറച്ചു വെക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു വിവരം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വിവാഹ ജീവിതം തകർന്നു പോകുമെന്ന് ഉറപ്പുള്ള ചില കാര്യങ്ങളുണ്ടാവും. ഇത്തരം വിഷയങ്ങളൊക്കെ മറച്ചു വെച്ച് കഴിഞ്ഞാൽ സംതൃപ്തിയോടുകൂടെയുള്ള ജീവിതം ഒരുപക്ഷെ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തിയത് ഫൾഫർ ബിദാത്തിദ്ദീൻ, എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ഇണകളിൽ ദീനുണ്ടാവുക എന്നുള്ളതാണ്. ദീനുള്ള പെൺകുട്ടികളെ കൊണ്ട് നീ വിജയിക്കണേ. ദീനുള്ള കുടുംബത്തിൽ കലഹമുണ്ടാവുകയില്ല. ലാ യഫ്റഖ് മുഅ്മിനുൻ മുഅ്മിനതൻ, ഒരു മുഅ്മിനും ഒരു മുഅ്മിനിനെയും ഒരു മുഅ്മിനത്തിനെയും ഒരിക്കലും ചൊറിയാൻ പാടില്ല എന്ന്. അവനെ കലഹത്തിൻ്റെ രൂപത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടോ മറ്റോ പ്രയാസപ്പെടുത്താൻ പാടില്ല. നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ, ഏതെങ്കിലും ഒരു സ്വഭാവത്തിൽ നമുക്കൊരു ചെറിയ വെറുപ്പുണ്ട് എങ്കിൽ മറ്റൊരു തൃപ്തിപ്പെടുന്ന സ്വഭാവം ആ വ്യക്തിയിൽ ഉണ്ടാകും എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായി, അപ്പോൾ ഒന്ന് ദീനുള്ളവളാവുക. രണ്ടാമതായി നിങ്ങളുടെ മേലിൽ നിർബന്ധമായ ഒരു കാര്യമാണ് ഭർത്താവിൻ്റെ ആജ്ഞാനുവർത്തിയാവുക. അതിൽ തർക്കമില്ല. ഇത് സ്വാതന്ത്ര്യത്തിനെതിരല്ല, ഇത് പ്രകൃതിക്ക് അനുകൂലമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടല്ല, പക്ഷേ പലരും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ് പെണ്ണിൻ്റെ സ്വാതന്ത്ര്യത്തിനെതിരാണ് പടച്ച തമ്പുരാന്റെ ഈ ദീനിന്റെ കാര്യമെന്ന് പറയുന്നത്. അല്ല, ഇത് അള്ളാഹുവിൻ്റെ ദീൻ പെണ്ണിന് നൽകുന്ന ആശ്വാസമാണ്, സ്ത്രീക്ക് നൽകുന്ന സ്വാതന്ത്ര്യമാണ്, അവൾക്ക് നൽകുന്ന സൗകര്യങ്ങളാണ്. ഒരു സ്ത്രീയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അവൾ ചെറുപ്പത്തിൽ പുരുഷനെ പോലെയല്ല, അവളുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ആ തണലിൽ അവരുടെ എല്ലാ കാര്യങ്ങളും. അത് പിന്നെ ആൺകുട്ടികൾക്കും അങ്ങനെയാന്ന് വെക്കാം. പിന്നെ നിങ്ങൾ നോക്കൂ, രണ്ടാമത് ഭർത്താവിൻ്റെ ഉത്തരവാദിത്തമാണ്, അത് പടച്ചോൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. മൂന്നാമതായി അവരുടെ മക്കളുടെ ഉത്തരവാദിത്തം എത്രത്തോളം എന്നറിയോ? അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. എല്ലാറ്റിനും പുറമെ അല്ലാഹു തആല ഇവർക്ക് വലിയ സ്വത്തവകാശം നൽകി. മക്കൾ മരിച്ചാൽ, ഭർത്താവ് മരിച്ചാൽ, മാതാപിതാക്കൾ മരിച്ചാൽ അതിൽ നിന്നൊക്കെ ഓരോഹരി സ്വത്തവകാശം. ഇത് സ്വാതന്ത്ര്യമാണോ? അതോ സ്വാതന്ത്ര്യക്കുറവാണോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ആജ്ഞാനുവർത്തി ഫസ്സാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽ ഗൈബ്. ഫസ്സാലിഹാതു, ഉത്തമരായ സ്ത്രീകൾ. നമ്മുടെ വിഷയം അതാണല്ലോ, നല്ല ഭാര്യ. അതാരാണ്? ഖാനിതാത്, അവർ അനുസരണശീലമുള്ളവരാണ്. അവർ തൻ്റെ ഭർത്താവ് ദീനിൻ്റെ കാര്യങ്ങൾക്കനുസൃതമായി ജീവിക്കുന്ന ഒരാളാണ് എങ്കിൽ തൻ്റെ ഭർത്താവിനൊരിക്കലും എതിരാകാത്തയാളാണ്. റസൂലുള്ള ചോദിച്ചു, നബിയോട് ചോദിച്ചു, നബിയേ അയ്യുന്നാസി അഅളമു ഹഖ്ഖൻ അലൽ മർഅ. ആയിഷ ബീവി ചോദിക്കുകയാണ്, നബിയേ ഒരു പെണ്ണിന് ഏറ്റവും വലിയ കടപ്പാടുള്ളതാരോടാണ്? നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ഇത് വളരെ ഗൗരവമാണ്. ഇത് അള്ളാഹുവിൻ്റെ ദീന് കൽപ്പിക്കുന്ന കാര്യമാണ്. പെണ്ണിന് ബാധ്യതയുള്ളത് ഉമ്മയോടല്ല, പെണ്ണിന് ബാധ്യതയുള്ളത് ഉപ്പയോടല്ല, പെണ്ണിന് ബാധ്യതയുള്ളത് ദീന് പറയുന്നത് സൗജുഹാ, അവളുടെ ഭർത്താവിനോടാണ്. ആയിഷ ബീവി വീണ്ടും ചോദിച്ചു, നബിയേ ഫഅയ്യുന്നാസി അഅളമു ഹഖ്ഖൻ അലർ റജുലി,
ആർക്കാണ് പുരുഷന്റെ മേലിൽ ഏറ്റവും വലിയ ബാധ്യതയുള്ളത് ആർക്കാണ്? അപ്പോൾ പറഞ്ഞു നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, പുരുഷന് ഏറ്റവും വലിയ ബാധ്യത ആരോടാന്നറിയോ? ഉമ്മുഹു, അവന്റെ ഉമ്മയോടാണ്. പുരുഷന്റെ മനസ്സ് അവൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണല്ലോ. അങ്ങനെയല്ലേ നമ്മളൊക്കെ നമ്മുടെ ജീവിതം അതിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായി, നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം, അതിൻ്റെ ക്രമീകരണം പുരുഷന്മാരെ ആർക്ക് വേണ്ടിയാണ് നമ്മൾ സമർപ്പിച്ചിട്ടുള്ളത്? നമ്മുടെ ഇണകൾക്ക് വേണ്ടിയല്ലയോ? അവരല്ലേ നമ്മെ പ്രോത്സാഹിപ്പിച്ചത്? അവര് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതുകൊണ്ടല്ലേ മനുഷ്യരായ നമുക്ക് സമ്പാദ്യശീലമുണ്ടായത്? അതുകൊണ്ടല്ലേ നമ്മൾ ജോലി ചെയ്യുന്നവരായത്? അവര് കാരണത്താലല്ലേ, അതിൽ സംശയമില്ല. വഅൻകിഹുൽ അയാമാ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും, നിങ്ങൾ കല്യാണം കഴിക്കാത്തവരെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. വിഭാര്യരായ പുരുഷന്മാരെയും ഭർത്താക്കന്മാരില്ലാത്ത കല്യാണം കഴിക്കാത്ത സ്ത്രീകളെയും നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കണം. ഇയകൂനൂ ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫളിഹി, അവർ ദരിദ്രരാണ് എങ്കിൽ ചില ആളുകൾ പറയും കുറച്ച് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാം, പൈസ വരട്ടെ, അതാവട്ടെ ഇതാവട്ടെ. അല്ല, ഇയകൂനൂ ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫളിഹി, അവർ ദരിദ്രരാണ് എങ്കിൽ അല്ലാഹു തആല അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് ധനം കൊടുക്കാം, അവർക്ക് സമ്പന്നത കൊടുത്തേക്കാം. ഇയകൂനൂ ഫുഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫളിഹി എന്നതുകൊണ്ട് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഒരു ഉത്തരവാദിത്തം പുരുഷന്മാർക്ക് നൽകിയിരിക്കുകയാണ്. ആ ഒരു സമർപ്പണം, ആ ഒരു സ്നേഹമനോഭാവം, ആ ഒരു സാന്ത്വനം, അത് തിരിച്ച് നൽകൽ ബാധ്യതയാണ്. അവന്റെ കൽപ്പനകൾ അനുസരിക്കൽ ബാധ്യതയാണ്. ദീനിനെതിരല്ലാത്ത, ശർഇനെതിരല്ലാത്ത, ശർഇനെതിരായത് അനുസരിക്കാൻ പാടില്ല. അങ്ങനെയാണ്. അവിടെയാണ് മഹദിയായ ഹസിയാ ബീവി റളിയല്ലാഹു അൻഹാ പ്രസിദ്ധയാകുന്നത്. ഇദ് ഖാലത് റബ്ബി ഇബ്നി ലീ വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹാ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്കും വലിയ പാഠമാകുന്നു. എന്താണ് പാഠം? ഇദ് ഖാലത്, അവർ അല്ലാഹുവിനോട് പറയുന്നത് എന്താ? റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ നിന്റെ അവിടെ നിന്ന് നിന്റെ സ്വർഗത്തിൽ എനിക്കൊരു വീട് നീ നൽകണമേ. എന്തേ കാര്യം? ഭർത്താവായ ഫറോവ നിർബന്ധിച്ചു, നീ മൂസായെ തള്ളിപ്പറയണം, നീ എന്നെ ആരാധിക്കണം, ഞാനാണ് നിന്റെ റബ്ബ് എന്ന് നീ പറയണം. മഹാനായ മൂസ അലൈഹിസ്സലാമിൽ വിശ്വസിച്ചത് കാരണത്താൽ മഹദിയായ ആസിയ ബീവിയെ ക്രൂരമായി മർദ്ദിച്ചു. ശരീരത്തിൽ നിന്ന് വസ്ത്രമെല്ലാം ഉരിഞ്ഞു മാറ്റി, ശരീരം പഴുത്ത മണലാരണ്യത്തിൽ കിടത്തി. അതും പോരാഞ്ഞ് ചുട്ടുപഴുത്ത ചെമ്പിന്റെ വലിയ പലകകൾ കൊണ്ടുവന്ന് അതിൽ മലർത്തിക്കിടത്തിയിട്ട് മഹദിയായ ആസിയ ബീവിയെ ക്രൂരമായി മർദ്ദിക്കുകയാണ്, ക്രൂരമായി പീഡനങ്ങൾക്ക് വിധേയാക്കുകയാണ്. ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും മഹദിയായ മറിയം റളിയല്ലാഹു മഹദിയായ ആസിയ ബീവിയെ ആണിയടിച്ച ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തു നിന്നും രക്തമിങ്ങനെ ചാലിട്ടൊഴുകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസി സമൂഹമേ, മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹ ഒരിക്കലും അതനുസരിക്കുന്നില്ല, അതനുസരിക്കേണ്ടതില്ല. നിന്റെ ഭർത്താവ് നീ തലയിൽ മുണ്ടിടല്ലേ എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കേണ്ടതില്ല. നിന്റെ ഭർത്താവ് നിന്റെ ശരീരത്തിനെ വല്ലാത്ത അലങ്കൃതമാക്കുന്ന മോശമായ വസ്ത്രം ധരിക്കാൻ പറഞ്ഞാൽ നീ അതനുസരിക്കേണ്ടതില്ല. നിന്റെ ഭർത്താവ് ളുഹ്റും അസ്റും ഒക്കെ ഖളാ ആക്കി ഒരു ടൂർ പോകാൻ പറഞ്ഞാൽ നീ അതനുസരിക്കേണ്ടതില്ല. അതേ സമയത്ത് നിന്റെ ഭർത്താവ് നിന്നെ കൊണ്ട് യാത്ര കൊണ്ടുപോവുകയാണ്, നിന്റെ ഭർത്താവ് നിനക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഒരിക്കലും നിസ്കാരം ഖളാ ആകില്ല, ഒരിക്കലും തെറ്റായ രീതിയിൽ ഈ യാത്രയിലൊന്നും സംഭവിക്കില്ല. അങ്ങനെയുണ്ട് എങ്കിൽ അവനെ അനുസരിക്കൽ അനിവാര്യമാണ്. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഒരു ചെറുപ്പക്കാരൻ യാത്ര പോവുകയാണ്. യാത്ര പോകുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ വീടിൻ്റെ 2ാം നിലയിൽ അവിടെ ഇരിക്കുകയാണ്, വീടിൻ്റെ അപ്സ്റ്റെയറിൽ ഇരിക്കുകയാണ്, അവിടെയാണ് അവർ താമസിക്കുന്നത്.
ഇയാൾ പറഞ്ഞു, പെണ്ണേ, ഞാൻ തിരിച്ചു വരുന്നത് വരെ നീ താഴേക്ക് ഇറങ്ങാൻ പാടില്ല. ഇതെന്റെ കർശനമായ കൽപ്പനയാണ്. അയാൾ പോയപ്പോൾ ഫമാത അബൂഹാ, ഈ പെണ്ണിന്റെ ഉപ്പയങ്ങ് മരിച്ചുപോയി. ഈ പെണ്ണ് ഒരാളെ പറഞ്ഞയച്ചു, നബിയേ, ഞാൻ താഴേക്ക് ഇറങ്ങിക്കൊള്ളട്ടെയോ, എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയിരിക്കുന്നു. റസൂലുള്ള പറഞ്ഞു, വേണ്ട പെണ്ണേ, നീ നിന്റെ ഭർത്താവിന് വഴിപ്പെടേണ്ടവളാണ്. അങ്ങനെ രോഗിയാകുമ്പോൾ പറഞ്ഞു, അയാൾ മരിച്ചപ്പോഴും അത് തന്നെ പറഞ്ഞു. ഈ പെണ്ണിങ്ങനെ കാണുകയാണ്, തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ മയ്യിത്തുമായി ആളുകൾ ഇങ്ങനെ നടന്നു പോകുന്നു. ജന്നത്തുൽ ബഖീഇൽ മറമാടി നബിയും സ്വഹാബികളും തിരിച്ചു പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഒരു സ്വഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ആ പെണ്ണിന്റെ അടുക്കലേക്ക് നീ ചെന്നിട്ട് നീ പറയ്, ഇന്നല്ലാഹ ഖദ് ഗഫറ ലി അബീഹാ ബിത്വാഅതിഹാ ലിസൗജിഹാ, തൻ്റെ ഭർത്താവിന് പൂർണ്ണമായും അനുസരിച്ചത് കാരണത്താൽ അല്ലാഹു തആല ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ഉപ്പായുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാരെ, ഭർത്താവ് നല്ല യുവാവാകുമ്പോൾ മാത്രമല്ല, അങ്ങനെയാ നമ്മൾ പലപ്പോഴും കരുതുന്നത്. നമുക്ക് അല്ലാഹു തരുന്നത് വലിയ കൂലിയാണ് കേട്ടോ. നിങ്ങളുണ്ടാക്കുന്ന ഭക്ഷണത്തിന് പകരം, നിങ്ങളുണ്ടാക്കുന്ന ആഹാരത്തിന് പകരം, നിങ്ങൾ വീട് വൃത്തിയാക്കുന്നതിന് പകരം, നിങ്ങൾ ആ വീട്ടിൽ ചെയ്യുന്ന എല്ലാ ഖിദ്മത്തുകൾക്കും പകരം അല്ലാഹു തആല ഒരുക്കിയിരിക്കുന്നത് വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. കാരണം എന്താ? പറഞ്ഞാൽ തീരാത്ത കടപ്പാടാണ്. ഞാൻ കഴിഞ്ഞ വർഷം നല്ല ഭർത്താവിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് ഇനി നമ്മളുടെ കടമകൾ ഞാൻ പറയാത്തത്. ഇത് പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ കടമകളാണ്. നബി പറയുന്നത് നോക്കൂ നിങ്ങൾ. ഒരിക്കൽ ഒരു അഅറാബി നബിയുടെ അടുക്കൽ വന്നു. നബിയോട് തോന്നിയതിങ്ങനെ ചോദിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? മുഹമ്മദേ, നിന്നിൽ ഞാൻ വിശ്വസിക്കണോ? ആ കാണുന്ന മരമുണ്ടല്ലോ, ആ മരം ഇങ്ങോട്ട് വരാൻ നീ പറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയോട് പറഞ്ഞു, മോനെ, നീ പോയിട്ട് ആ മരത്തോട് പറ, യദ്ഊക മുഹമ്മദുൻ, സ്വലാത്ത് ചൊല്ലൂ, യദ്ഊക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി നിന്നെ വിളിക്കുന്നുണ്ട് എന്ന് ആ മരത്തോട് നീ പറയൂ. ഇയാൾ ചെന്നിട്ട് ആ മരത്തോട് പറയേണ്ട താമസം, ജാഅത് ലീ ദഅവതിഹിൽ അസ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി മൗലായ സല്ലി വസൽ ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഈ മരത്തോടയാൾ ചെന്ന് പറയേണ്ട താമസം, ആ മരം വലത്തോട്ട് ചെരിഞ്ഞു, ഇടത്തോട്ട് ചെരിഞ്ഞു. ആ മരം ഇങ്ങനെ ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് നടന്നു വരുന്നത് പോലെ നടന്നു വന്ന് നബിയുടെ മുമ്പിലെത്തിയപ്പോൾ സ്വഹാബികളുടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ മരം പറയുന്നത് ജനങ്ങൾ കേട്ടു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് താജ്ദാറെ ഹറം നിഗാഹെ കറം हम गरीबों के दिन भी सबर जाएंगे हादिए बेकसा क्या कहेगा जहां आपके दर से खाली അഗർ ജായെങ്കേ. ഇരു ലോകത്തിൻ്റെയും ചക്രവർത്തിയാണല്ലോ, നമ്മുടെ സർവരുടെയും അഭയമാണല്ലോ. മുത്തുനബിയുടെ മുമ്പിൽ പോയി അവിടുത്തെ ആ പരിശുദ്ധമായ ഉമ്മറപ്പടിയിൽ നമ്മൾ പോയി നിൽക്കുമ്പോൾ നിങ്ങളെ ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കെങ്ങോട്ടും പോകാനില്ലല്ലോ.
മരം നബിയോട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു. എന്നിട്ട് ആ സ്വഹാബിയോട് പറഞ്ഞു, ആ അറാബിയോട് പറഞ്ഞു, ഇനി നീ പറ മരമേ നീ പൊക്കോ. മരം തിരിച്ചുപോയി, അതേ സ്ഥാനത്ത് തന്നെ നിന്നോ. ഈ അറാബി വല്ലാതെ സ്തബ്ധനായി പോയി. നബിയോട് ചോദിച്ചു, നബിയേ, അങ്ങയുടെ കൈകളിലും അങ്ങയുടെ തലയുടെ മുകളിലും ഞാനൊന്ന് ചുംബിക്കട്ടെയോ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ കൈ പിടിച്ചു, അയാൾ ചുംബിച്ചു. നബിയുടെ കാല് പിടിച്ചു, നബിയുടെ തല പിടിച്ചു, അയാൾ ചുംബിച്ചു. എന്നിട്ട് അയാൾ ചോദിച്ചു, നബിയേ, അതഅ്ദനു ലീ അൻ അസ്ജുദ ലക, ഞാൻ നിങ്ങളുടെ മുമ്പിലൊന്ന് സുജൂദ് ചെയ്യട്ടെയോ നബിയേ? അത് പാടില്ല മോനെ. ലൗ അമർതു അഹദൻ, ഞാൻ ആരോടെങ്കിലും കൽപ്പിക്കുകയായിരുന്നെങ്കിൽ, അയ്യസ്ജുദ ലി അഹദിൻ, മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യണമെന്ന് ഞാൻ ആരോടെങ്കിലും കൽപ്പിക്കുകയായിരുന്നെങ്കിൽ, ല അമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ, പെണ്ണിനോട് അവളുടെ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദിൽ വീഴാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. പക്ഷേ ഞാനത് കൽപ്പിച്ചിട്ടില്ല. കാരണം അല്ലാഹുവല്ലാത്തവർക്കത് പാടില്ല. നബിയുനാ മുഹമ്മദ് മുസ്തഫ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. വീട്ടിൽ ദീനിന്റെ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക. വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയാ, ഭർത്താവ് സലാം പറയാ, ഭാര്യ സലാം മടക്കുക. നല്ല കാര്യങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ റസൂല് പറയാണ്, ഞാൻ നരകത്തിലേക്ക് എത്തി നോക്കിയപ്പോൾ ഫഇദാ അക്സറ അഹ്ലിഹൻ നിസാ, അതിലെ അധികം ആളുകളും പെണ്ണുങ്ങളായിരുന്നു. ഫഖുൽതു, ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് റസൂലേ, എന്തുകൊണ്ടാണ് പടച്ചോനെ ഇങ്ങനെ പെണ്ണുങ്ങൾ ധാരാളമായിട്ട് സ്വർഗത്തിലുള്ളത്, ധാരാളമായിട്ട് നരകത്തിലുള്ളത്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, യക്സുർനൽ ലഅന, എല്ലാ കാര്യങ്ങളിലും അവർ ശാപവാക്കുകളെ അധികരിപ്പിക്കുന്നവരാണ്, അവർ സംതൃപ്തി കുറഞ്ഞവരാണ്. മറ്റൊന്നോ വയക്ഫുർനൽ അശീർ, അവർ ഭർത്താവിനോട് നന്ദികേട് കാണിക്കുന്നവരുമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹുസൈൻ ഇബ്നു മിഹ്സൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സഹോദരി, അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ സഹോദരി റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നപ്പോൾ നബി തിരുമേനി ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾക്ക് ഭർത്താവുണ്ടോ? അപ്പോൾ പറഞ്ഞു, അതേ ഭർത്താവുണ്ട്. നബി പറയാണ്, ഹുവ ജന്നതുക വനാറുക, നിന്റെ ഭർത്താവ് നീ സ്വർഗത്തിൽ കടക്കാൻ കാരണക്കാരനാണ്, അതല്ലെങ്കിൽ നിന്റെ ഭർത്താവ് നീ നരകത്തിൽ കടക്കാൻ കാരണക്കാരനാണ്. എന്താണ് നിന്റെ ഭർത്താവിനോടുള്ള നിന്റെ സമീപനം? അപ്പോൾ പറഞ്ഞു, നബിയെ, ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ ഭർത്താവിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട്. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്തഫാദൽ മുഅ്മിനു ബഅദ തഖ്വല്ലാഹ്, ഒരു മുഅ്മിന് അല്ലാഹുവുമായുള്ള തഖ്വ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന് കിട്ടുന്ന ഏറ്റവും വലിയ ഉപകാരം ഏതാണ്? ഹബീബ് പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മിൻ സൗജത്തിൻ സ്വാലിഹ, നല്ല ഒരു പെണ്ണിനെ കിട്ടലാണ്. എന്താണ് ആ നല്ല പെണ്ണിന്റെ സ്വഭാവം എന്നറിയോ? ഇൻ അമറഹാ അത്വാഅതുഹു, കൽപ്പിച്ചാൽ ആ കൽപ്പനയെ അനുസരിക്കും. വഇൻ നളറ ഇലൈഹാ സർറതുഹു, അവളിലേക്ക് നോക്കിയാൽ അവനെ സന്തോഷിപ്പിക്കും. വെറുതെ ഇങ്ങനെ നോക്കിയാൽ തന്നെ പൂമുഖവാതിൽക്കൽ സ്വപ്നം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ എന്ന് പഴയ കാലത്ത് പാടിയതല്ല, അതതിനു മുമ്പേ പറഞ്ഞതാണ്. വഇൻ നളറ ഇലൈഹാ സർറതുഹു വഇൻ അഖ്സമ അലൈഹാ അബറതുഹു, അവൾക്ക് ഗുണം ചെയ്യും, അവൾ ഗുണം ചെയ്യും. വഇൻ ഗാബ അൻഹാ, ഭർത്താവ് യാത്രയായാൽ, എൻ്റെ സഹോദരിമാരെ, ഭർത്താവ് ഗൾഫിലുള്ളവരുണ്ടാകും, പ്രവാസികളുണ്ടാവും. നമുക്ക് ആ പ്രവാസത്തിൻ്റെ നൊമ്പരങ്ങൾ കാണാൻ അവസരം കിട്ടില്ല, നമ്മുടെ മക്കൾക്കും അതിന് അവസരം കിട്ടില്ല. എൻ്റെ നാട്ടിലൊക്കെ പൊതുവെ അങ്ങനെയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപാട് കാലം വാപ്പമാര് ഗൾഫിൽ പോയി നിൽക്കും. എനിക്ക് തന്നെ അനുഭവമാണ്. എൻ്റെ ഉപ്പ
ഗൾഫിൽ പോയിട്ട് 3 കൊല്ലം കഴിഞ്ഞാൽ 2 കൊല്ലം കഴിഞ്ഞാലാണ് എൻ്റെ വാപ്പ നാട്ടിലേക്ക് വരാറുള്ളത്. ഇപ്പോഴാണ് നമുക്കൊക്കെ അതിൻ്റെ ഒരു വേദന, അതിൻ്റെ ഒരു ഖേദം വല്ലാതെ തോന്നിപ്പോകുന്നത്. അന്നൊക്കെ അങ്ങനെയുള്ളവർക്ക്, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലി ചെയ്യുന്നവർക്ക് കച്ചവടക്കാരായ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരുണ്ടാകും. എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് വീട്ടിൽ വരും. രാവിലെ അവർ വീട്ടിൽ നിന്ന് പോവുകയും ചെയ്യും. കുട്ടികൾക്കൊക്കെ വാപ്പ വെറും ഒരു കച്ചവടക്കാരൻ, ഒരു ദിവസം പോലും ഒഴിവില്ല. പക്ഷേ അവരുടെ കഷ്ടപ്പാടിനെ കുറിച്ച്, അവരുടെ വേദനകളെ കുറിച്ച്, അവരുടെ വേവലാതികളെ കുറിച്ച് നമ്മൾ ഓർക്കാറില്ല. വെറി പ്രിയപ്പെട്ട സഹോദരൻ, അദ്ദേഹത്തെ പഠിച്ച് എഞ്ചിനീയറായ ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. എഞ്ചിനീയറായി വാപ്പ കഷ്ടപ്പെട്ട് ദുബൈയിൽ ഒരു ജോലി നേടിക്കൊടുത്തിട്ട് ഇവൻ വല്ലാത്ത സങ്കടമായി. കാരണം സംസാരിക്കാൻ പരിചയക്കാരില്ല. വാപ്പ എന്നെ കൊണ്ടുവന്ന് പരീക്ഷിച്ചതാണ് എന്ന് കരുതി. പ്രിയപ്പെട്ട ഉപ്പ എന്നെ ബുദ്ധിമുട്ടിച്ചതാണോ? ആ ഉപ്പയുമായിട്ട് വലിയ ഒരു മാനസികമായ അടുപ്പമില്ല. അങ്ങനെ ഉപ്പ നിൽക്കുന്ന സ്ഥലം തൻ്റെ കൂട്ടുകാരൻ്റെ വാഹനത്തിൽ പോകുമ്പോൾ, തൻ്റെ സഹോദരൻ്റെ വാഹനത്തിൽ പോകുമ്പോൾ കുറേ ദൂരെ അങ്ങാടിയിൽ നിന്നൊക്കെ, ടൗണിൽ നിന്നൊക്കെ എത്രയോ അപ്പുറത്ത് വിപുലമായ വിശാലമായ ഒരു ലേബർ ക്യാമ്പ്. ഈ ലേബർ ക്യാമ്പിൽ ഉപ്പയുടെ ലോകം തൻ്റെ പ്രിയപ്പെട്ട മകൻ കാണുകയാണ്. ആളുകൾ കൂട്ടമായി താമസിക്കുന്ന ലേബർ ക്യാമ്പ്, കട്ടിലുകൾ ഇങ്ങനെ അട്ടിക്കിട്ടിരിക്കുന്ന ലേബർ ക്യാമ്പ്. 25 കൊല്ലമായി തൻ്റെ ഉപ്പ പണിയെടുക്കുന്ന, തൻ്റെ ഉപ്പ താമസിക്കുന്ന. 2-3 കൊല്ലം കഴിഞ്ഞ് തൻ്റെ അടുക്കലേക്ക് സമ്മാനങ്ങളുമായിട്ട് വരുമ്പോൾ തന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന ഉപ്പ, ഈ വേദനയാലാണ്, ഈ ഖേദത്താലാണ് ഉപ്പ കഴിഞ്ഞത് എന്ന് ഈ മോൻ അപ്പോഴാണ് അറിയുന്നത്. കുറെ കാത്തുനിന്നു. തൻ്റെ കൺപീലികളിൽ പോലും ചെളിയും പൊടിയും പുരണ്ടിട്ട് തൻ്റെ ഉപ്പ ഇങ്ങനെ വരുന്നത് കണ്ടപ്പോ ജീവിതത്തിൽ ആദ്യമായിട്ട് പൊന്നുപ്പയെ ആ മകൻ കെട്ടിപ്പിടിച്ചു വെത്രേ. രണ്ടാളും കണ്ണീരണിഞ്ഞു വെത്രേ. ഉപ്പ കണ്ണീരൊഴുക്കിക്കൊണ്ട് പറഞ്ഞു, മോനെ എന്നെ വിട്, എൻ്റെ ശരീരം മുഴുവൻ വിയർപ്പും ചെളിയുമാണ് എന്ന് പറഞ്ഞ് ഈ മകൻ തൻ്റെ ഉപ്പയോട് യാത്ര പറഞ്ഞു പോരുമ്പോ കൂട്ടുകാരൻ ചോദിച്ചു, നീ എന്താണ് നിന്റെ ഉപ്പയോട് ഞാൻ ദുബൈയിൽ നിന്ന് നാട്ടിലേക്ക് പോവുകയാണെന്ന് പറയാത്തത് എന്ന്. മകൻ പറഞ്ഞു വെത്രേ, പോകുന്നുണ്ട്, പക്ഷേ ഞാനല്ല, എൻ്റെ ഉപ്പ പോവുകയാണ്. എൻ്റെ ഉപ്പ ഇനി ഇവിടെ ഒരു ദിവസം പോലും നിൽക്കണ്ട, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ തീരുമാനമാക്കി എടുത്തിരിക്കുകയാണ് എന്നതുപോലെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ. അവർ ജോലിക്കാരായിരിക്കും, അവർ ഓട്ടോ ഓടിക്കുന്നവരായിരിക്കും, അവരുദ്യോഗസ്ഥന്മാരായിരിക്കും. നമ്മൾ കരുതും അവർക്ക് എന്ത് കഷ്ടപ്പാടാണ്. ആ കഷ്ടപ്പാടും വേവലാതിയും ഒന്നും നിങ്ങളെ അറിയിക്കാതെ എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊഴിച്ച് പലപ്പോഴും പരുക്കൻ ഭാവത്തോടുകൂടെ നിങ്ങളോടിടപെടുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരുണ്ടല്ലോ, അവർ നിങ്ങളിൽ നിന്നില്ലാതെയായാലും പോയാലും അവരുടെ കാര്യത്തിൽ നിങ്ങൾ ഗുണമാഗ്രഹിക്കണേ എന്നതാണ് സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിനെ അതിരറ്റ് സ്നേഹിക്കുക, ആ സ്നേഹത്തിന് മാനദണ്ഡമില്ല. ആയിഷ ബീവിയുടെ സ്വഭാവം അതായിരുന്നു, മഹദിയായ ഖദീജ ബീവിയുടെ സ്വഭാവം അതായിരുന്നു. ഇദാ ദഅ റജുലു ഇംറഅതഹു ഇലാ ഫിറാശി, തൻ്റെ ഭർത്താവ് വിഷയാസക്തനായി കാമവികാരത്തോടെ തൻ്റെ ഭാര്യയെ വിരിപ്പിലേക്ക് വിളിച്ചാൽ, അവൾ വിസമ്മതം പ്രകടിപ്പിച്ചാൽ, ഭർത്താവിന് അവളോട് ക്രോധമുണ്ടായാൽ, ദേഷ്യമുണ്ടായാൽ, ലഅനതുഹൽ മലായിക ഹത്താ തുസ്ബിഹ, പ്രഭാതം വരെ അല്ലാഹുവിൻ്റെ മലക്കുകൾ അവളെ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങൾക്കിടയിൽ നീ സ്നേഹം നിലനിർത്തണേ തമ്പുരാനെ. സമയം അവസാനിക്കാൻ പോകുന്നത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുക. ഭർത്താവ് ദേഷ്യപ്പെടുമ്പോൾ അതേ നാണയത്തിൽ ദേഷ്യപ്പെടുകയല്ല. പ്രത്യേകിച്ച് പ്രായമേറിയ ഭർത്താക്കന്മാർ, അവരുടെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും. അപ്പം നമ്മൾ ഒരു ഊന്നുവടിയായി, അയാൾക്കൊരു ഊന്നുവടിയായി, അയാൾക്കൊരു തണലായി, മറ്റൊരു പ്രതീക്ഷയും നമുക്കില്ല. അള്ളാഹുവിൻ്റെ സ്വർഗം കിട്ടാൻ അത് തന്നെയാണ് മാർഗം. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അലാ, റസൂൽ ചോദിച്ചു, ഉഖ്ബിറുക്കും ബിനിസാഇൻ ഫിൽ ജന്ന, സ്വർഗത്തിലുള്ള സ്ത്രീകളെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? അപ്പോൾ പറഞ്ഞു, അതെ, വദൂദുൻ വലൂദ്, നല്ല സ്നേഹമുള്ളവരും പ്രസവിക്കുന്നവരുമായ സ്ത്രീകളാകുന്നു. ഇദാ ഗളബത്,
ഒന്നുകിൽ അവൾ ദേഷ്യപ്പെട്ടാൽ ഔ ഉസീഅ ഇലൈഹാ, അല്ലെങ്കിൽ അവളോട് എന്തെങ്കിലും മോശമായിട്ട് ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് പെരുമാറ്റമുണ്ടായി, അതല്ലെങ്കിൽ ഭർത്താവ് ദേഷ്യപ്പെട്ടു. അങ്ങനെയായാൽ അവൾ തിരിച്ച് ദേഷ്യപ്പെടില്ല. ഹാദാ യദീ ഫീ യദിക്, ഇതാ എൻ്റെ കൈ, ഇതാ നിങ്ങളുടെ കയ്യിൽ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ സ്നേഹം, പ്രത്യേകിച്ച് പുതിയ തലമുറയിലുള്ള പെൺകുട്ടികൾക്കൊക്കെ ഓൺലൈൻ അവരുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്, അതൊക്കെ ഈ കാലഘട്ടത്തിൽ സ്നേഹം നിലനിർത്താൻ ഏറ്റവും സഹായകമാണ്. ചില സന്ദർഭത്തിൽ ഭർത്താവിൻ്റെ സ്വഭാവം അനുസരിച്ച് പെരുമാറാൻ കഴിയണം. ചിലപ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കിരിക്കുകയായിരിക്കും, ചിലപ്പോൾ അദ്ദേഹം ദേഷ്യത്തിലായിരിക്കും. അവിടെയൊക്കെ സ്നേഹത്തിൻ്റെ വലിയ മര്യാദകൾ പാലിച്ച് ഇടപെടണം എന്നാണ് ദീന് പറയുന്നത്. സേവനം ചെയ്യ, ഭർത്താവിന് സേവനം ചെയ്യ, ഭർത്താവിൻ്റെ അതിഥികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക, അതൊരു വലിയ കാര്യമാണ്. ഭർത്താവിൻ്റെ ഉമ്മ പ്രായമായിട്ടുണ്ടാകും, ഭർത്താവിൻ്റെ ഉപ്പ, അവർ ഒരിക്കലും നിങ്ങളുടെ സേവകന്മാരായി കാണരുത്. ചില ആളുകൾ അങ്ങനെയുണ്ട്. നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരേണ്ട ആളുകൾ, നിങ്ങൾക്ക് ആഹാരം പാചകം ചെയ്തു തരേണ്ട ആളുകൾ, ആ ഒരു സ്വഭാവത്തിൽ നമ്മൾ അവരെ കാണാൻ പാടില്ല. അൽ മുഹാഫളതു അലാ മാലി സൗജിഹാ, തൻ്റെ ഭർത്താവിൻ്റെ സമ്പത്തിൽ സംരക്ഷണം സൂക്ഷിക്കുക. ലാ തുൻഫിഖിൽ മർഅതു ശൈഅൻ, ഒരു പെണ്ണും തൻ്റെ വീട്ടിൽ നിന്നൊന്നും ചെലവഴിക്കാൻ പാടില്ല. മിൻ ബൈതി സൗജിഹാ ഇല്ലാ ബിഇദ്നി. അപ്പോൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഭക്ഷണവും ചെലവഴിക്കാൻ പാടില്ലേ? അപ്പോൾ പറഞ്ഞു, അതല്ലേ നിന്റെ ഭർത്താവിൻ്റെ സ്വത്തിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത്. എന്ന് പറഞ്ഞാൽ തൻ്റെ ഭർത്താവിൻ്റെ സംതൃപ്തി ഉണ്ടാവില്ല ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അതല്ലെങ്കിൽ ഇവരെ ഞാൻ സ്വീകരിക്കുന്നത്. അങ്ങനെ തോന്നിയാൽ, അതല്ല എൻ്റെ വീട്ടിൽ വരുന്ന അതിഥിയാണ്, എൻ്റെ നാട്ടിലുള്ള അനാഥരാണ്, എൻ്റെ നാട്ടിലുള്ള ഇന്ന ആളിന്ന സംരംഭമാണ്, അതിലേക്ക് സ്വതക്ക ചെയ്യൽ എൻ്റെ ഭർത്താവിന് ഒരിക്കലും അസംതൃപ്തി ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് വിരോധവുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വിശദീകരിക്കുന്നില്ല. ഭർത്താവിൻ്റെ സ്വത്ത്, അവൻ്റെ വീട്, അവൻ്റെ കരണ്ട് എന്നൊക്കെ വീട്ടിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ കരണ്ട്, ഫാന്, AC, അതുപോലെയുള്ള ഓരോ ഇലക്ട്രോണിക് സാധനങ്ങൾ ഇതൊക്കെ തോന്നിയതുപോലെ ഉപയോഗിക്കുന്നവരായാൽ, ഇതൊന്നും ശ്രദ്ധയില്ലാത്തവരായാൽ നമ്മൾ നമ്മുടേത് മാത്രമല്ല നശിപ്പിക്കുന്നത്, അതൊക്കെ ഭർത്താവിനോടുള്ള ധിക്കാരമാകും. അതിൻ്റെ ഭാഗമാണ് ഭർത്താവിൻ്റെ അഭിമാനം സംരക്ഷിക്കുക. ഒരു കാരണവശാലും നമ്മുടെ ഭർത്താവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരനാക്കരുത്. ഭർത്താവുമായിട്ടുള്ള രഹസ്യങ്ങൾ നമ്മൾ പങ്കുവെക്കരുത്. നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയമില്ലാത്തത് കൊണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഭർത്താവിനെ സഹായിക്കുക. ദാരിദ്ര്യാവസ്ഥയിൽ ഭർത്താവിനെ സഹായിക്കുക. വിശദീകരിക്കേണ്ടതാണ്, ഞാൻ മുതിരുന്നില്ല. അതുപോലെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങുക. ഭർത്താവിനുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കുക. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ, സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ. എന്ത് ജീവിത സൗകര്യവും നേടാൻ കഴിയുമായിരുന്നു. പക്ഷേ ആയിഷ ബിവി പറയാണ്, തുടർച്ചയായി ഞങ്ങൾ 2 പൂർണ്ണചന്ദ്രന്മാരെ കാണുമായിരുന്നു, ചന്ദ്രക്കലകൾ കാണുമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഒന്ന് അടുപ്പ് പുകയാത്ത സമയം വരെ 2 കറുത്തതല്ലാത്ത മറ്റൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല. അത്തംറുവൽ മാ, വെള്ളവും കാരക്കയും ഒഴികെ കറുത്ത കാരക്ക. വിശപ്പ് കാരണത്താൽ ആ വെള്ളത്തിന് പോലും കറുപ്പ് തോന്നുന്ന അത്രയും വലിയ ദാരിദ്ര്യാവസ്ഥ ഞങ്ങൾ അനുഭവിച്ചിരുന്നു. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ ഞങ്ങൾ നോമ്പ് നോറ്റവരാണ് റബ്ബേ. ഈ നോമ്പ് നോറ്റ് ഞങ്ങളിതാ ഒരു പ്രയാസവും അറിയിക്കാതെ കുറച്ച് വിശ്വാസികൾ ഈ ഹാളിൽ വന്നിരിക്കുന്നു. ഞങ്ങളിവിടെ ഹദീസുകളോതി, ആയത്തുകളോതി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വർഗത്തിലേക്ക് എത്താനുള്ള വലിയ ഒരു മാർഗത്തെക്കുറിച്ച് ഒരല്പസമയം ഞങ്ങൾ സംസാരിച്ചിരിക്കുന്നു. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ, നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. റഹ്മാനെ, ഞങ്ങളുടെ കൽബുകൾ ഈമാനിൻ്റെ വെളിച്ചത്തിലാക്കി നീ നിലനിർത്തണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.